എനിക്ക് ഫോർച്യൂണർ ഇല്ല, എനിക്ക് ഓടിയില്ല, എനിക്ക് ഐഫോൺ ഇല്ല. ഇത് ഈ പണക്കാരുടെ കൂടെ മാത്രം നടക്കുന്നവർക്ക് എപ്പോഴും ആർത്തി ഉണ്ടാവും. ആർത്തി ഇങ്ങനെ കൂടി വരും. മൂപ്പര് ഒരു ആൾട്ടോ എടുത്തിട്ട് കൂട്ടാൻ വണ്ടിയില്ല, ആൾട്ടോ ഇതെന്ത് ഒരു കൈ കയറാന്നല്ലേ. എന്തുകൊണ്ട് കഴിയൂല. വലിയവരോടൊപ്പം മാത്രം ജീവിച്ചാൽ ആ പ്രശ്നം ഉണ്ടാവും. അതിനല്ല അള്ളാഹു നമ്മൾ അയച്ചത്, താഴെയുള്ളവരിലേക്ക് നോക്കണം. അതിന് ഹദീസ് ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്തല്ലോ. എങ്കിലാണ് നീ ശുക്ർ ചെയ്യുന്ന ഖൽബിന്റെ ഉടമയാവും. എപ്പോഴും വലിയവരിലേക്ക് നോക്കിയാൽ നമുക്ക് ആർത്തി വരും, അലച്ച വരും, എനിക്കൊന്നുമില്ല എന്ന ചിന്ത വരും. അള്ളാഹു തന്ന നിഅമത്തിനെ തന്നെ നിഷേധിക്കുന്ന സ്വഭാവത്തിലേക്ക് എത്തി അയാൾ മോശക്കാരനായി മാറും. അങ്ങനെ ഒരിക്കലും നമുക്ക് സംഭവിച്ചു. എപ്പോഴും താഴെയുള്ളവരിലേക്ക് നോക്കുക. താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോഴാണ് സ്വതക്ക വർദ്ധിക്കുക, പിശുക്കില്ലാതിരിക്കുക. കാരണം ഈ ദിർഹമും ദീനാറും രൂപയും ഇതൊക്കെ എന്തിനായിരിക്കും? എന്നെക്കാൾ തീരെ കഴിവില്ലാത്ത എത്ര സാധുക്കളുണ്ട്, അവർക്കൊക്കെ കൊടുക്കണമെന്ന് തോന്നണ്ടേ? നീ താഴെയുള്ളവരിലേക്ക് നോക്കണം. എത്ര ആൾക്ക് ജീവിതത്തിൽ രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. മക്കളെ ഫീസ് അടക്കാൻ വകയില്ല, സ്വന്തമായി വണ്ടിയില്ല, വീടില്ല, എത്ര പ്രയാസം അനുഭവിക്കുന്നവർ. അവരെയാണ് നമ്മൾ നോക്കേണ്ടത്. എന്നാലാണ് നമ്മളെ മനസ്സിൽ നന്ദി ചെയ്യാൻ തോന്നുള്ളൂ. ഒരു ദിവസം നമ്മുടെ ഉമ്മ പറയാണ്, കറണ്ട് ഇടക്കിടെ പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, ഇവിടെ പ്രശ്നങ്ങൾ പലതും ഉണ്ടെന്ന് തോന്നുന്നു. വീട്ടില് മഴ പെയ്തുകൊണ്ട് ഇടക്കിടെ കറണ്ട് ഇല്ല. നീ ഇന്ന് പള്ളിയിൽ പോകാതെ ഇവിടുന്ന് തന്നെ നിസ്കരിച്ചോളി മോനെ. ഞാനോ റമദാൻ 27-ാം രാവിലെ എന്ന് തർക്കുത്തരം പറയാൻ നിൽക്കരുത്. ഉമ്മാന്റെ കൂടെ അവിടെ നിസ്കരിക്കുക. അതാണ് അവിടെ ചെയ്യുന്നത്. സുന്നത്ത് നിസ്കാരത്തിൽ ഉമ്മ വിളിച്ചാൽ ആ വിളിക്കുത്തരം നൽകിയിട്ടില്ലെങ്കിൽ ഉമ്മക്ക് പ്രയാസമാവുമെങ്കിൽ എന്താ നമുക്ക് മസാല പഠിപ്പിച്ചിരുന്നത്? നിസ്കാരം മുറിക്കണം, എന്നിട്ട് ഉമ്മാക്ക് ഉത്തരം കൊടുക്കണം. കണ്ടോ, അത്രയും പ്രധാനമാണ് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഉമ്മക്കും ഉപ്പക്കും നമ്മളെ എപ്പോഴും കിട്ടണം. കുടുംബത്തിന് നമ്മളെ ലഭിക്കണം. നാട് നീളെ നമ്മൾ സഞ്ചരിച്ചിട്ടോ ബിസിനസ് നടത്തിയിട്ടോ ഭാര്യയെ സംതൃപ്തിപ്പെടുത്താൻ, മക്കളെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നമ്മളെ പരാജയമാണ്. ഉപ്പാക്കും ഉമ്മാക്കും നമ്മളെ കിട്ടുന്നില്ല. ജ്യേഷ്ഠനെ, അനുജനെ, പെങ്ങളെ വിളിച്ചിട്ട് പറയാ, ഞാൻ കുറെ തിരക്കിലാണ്, നീ ഉപ്പാനും ഉമ്മാനും വേണ്ട പോലെ നോക്കിക്കോളി, ക്യാഷ് ഞാൻ അയച്ചുതരാം. ഓഹോ, പോരടോ. അവരുടെ തൃപ്തി 100% നമ്മൾ വാങ്ങണം. മക്കൾക്ക് ഈ കഥയൊക്കെ പറഞ്ഞുമ്പേ മോനിക്ക് കഥ, ചെറിയ കഥ പറഞ്ഞോ വലിയ കഥ വേണം? ചെറുത്, വലുത്, ഏതാ വേണ്ടേ? കുട്ടികൾ എന്താ പറയല്? വലുത് എന്ന് പറയും. കേട്ട കഥ പറയണോ, കേൾക്കാത്ത കഥ പറയണോ? കേൾക്കാത്ത കഥ പറയണം. ഇന്ന് തന്നെ ഫുള്ള് പറഞ്ഞോ, അല്ല ഇന്ന് പകുതി നാളെ ഉമ്മ എന്ന് പറഞ്ഞ അങ്ങനെ നിങ്ങൾ മെല്ലെ പറഞ്ഞോക്കെ ആ കുട്ടികളെ മനസ്സിലെത്താക്കും. സ്വാലിഹീങ്ങളെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. മോനിക്ക് റിഫായി ശേഖനെ അറിയോ? മോനിക്ക് ഹംസ റളിയല്ലാഹു അൻഹു അറിയോ? ചെറിയ പ്രായത്തിലെ സ്വാലിഹീങ്ങളെ ചരിത്രം പറഞ്ഞു കൊടുത്താൽ ആ മക്കള് സ്വാലിഹീങ്ങളാവാനുള്ള ഒരു വഴിയാണത്. കാരണം എന്തേ? സ്വാലിഹീങ്ങളെ ചരിത്രം കേൾക്കുന്നതിനനുസരിച്ച് ഒരാളുടെ കൽബ് നന്നാവും. കഥ പറഞ്ഞു കൊടുക്കണം ചെറുപ്പത്തില്. അത് അത്രമാത്രം കുട്ടികളിൽ സ്വാധീനിക്കും. ഹലാലല്ലാത്ത ഫുഡ് വയറ്റിലെത്തിയാൽ 3 പ്രശ്നങ്ങളാണ് ആദ്യഘട്ടത്തിൽ വരിക. ഒന്നാമത്തെ പ്രശ്നം സൂഉൽ ലന്നി ബിൽ മുഅ്മിനീൻ. എല്ലാവരെ കുറിച്ച് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അയാൾ ശരിയില്ല, ഇയാള് നല്ല ആളല്ല, അയാളെ എനിക്കധികം കണ്ടുകൂടാ, മൂപ്പര് കുറച്ച് പൈസന്റെ ആളാണ്, മൂപ്പര് ഈ സ്റ്റേജും ഭയങ്കരമായിട്ട് കയറണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, മൂപ്പര് ഉസ്താമാരെ പരം ഫോട്ടോ എടുക്കാൻ. ഞാനങ്ങനെയൊന്നല്ല. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാവരും നരകത്തിലും മൂപ്പര് മാത്രം സ്വർഗ്ഗത്തിലായിരിക്കും. ഹലാലല്ലാത്ത ഫുഡ് വയറ്റിലെത്തുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ അല്ലാ യജിദ ലിത്താഅത്തി സമറ, ഇബാദത്ത് ചെയ്യാൻ ടേസ്റ്റ് ഉണ്ടാവില്ല, ഉറക്കം വരും. ഹദ്ദാദൊക്കെ എല്ലുമ്പോൾ വേ ഉറക്കം വരും. അൽക്കഫ് ഒതുക്കുമ്പോൾ പേജ് മറിച്ച് നോക്കും, തീരാനായോ? കണ്ടോ, ഒന്നിനും ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു കാര്യത്തിനും ടേസ്റ്റ് ഉണ്ടാവില്ല. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അയ്യജിത്തരി ആലൽ മഅസിയ, തെറ്റ് ചെയ്യാൻ പേടി ഉണ്ടാവില്ല, ഒരു പേടി ഉണ്ടാവില്ല തെറ്റ് ചെയ്യാൻ. ഇസ്ലാമിൽ വളരെ പ്രധാനമാണല്ലോ ജമീഉൽ മആസില്ലത്തി ഇർതകബഹൽ ഇൻസാൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് തെറ്റിന്റെ അടിസ്ഥാനം അകത്ത് എന്തെങ്കിലും വേണ്ടാത്തരം കയറിയിട്ടുണ്ടാവും. നമുക്കൊരു സൂക്ഷ്മത ഉണ്ടാവണം ജീവിതത്തിൽ. നമ്മളുടെ മക്കൾ കഴിക്കുന്ന ഫുഡ് പ്യുവർ ഹലാലായിരിക്കും. ജ്യേഷ്ഠൻ അനുജനോട് കാണിക്കേണ്ട പരിഗണന എന്താ? ഈ വിഷയത്തിൽ ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് ഒരു കിതാബുണ്ട്, അസ്നൽ മത്വാലിബ് ഫീ സിലത്തിൽ അർഹാമി വൽ അഖാരിബ്. പ്രൗഢമായ ഗ്രന്ഥം. അതിൽ കാണാം ഉപ്പ മക്കളെ സ്നേഹിക്കുന്ന അതേ സ്നേഹം ഏട്ടൻ അനുജന്മാരോട് കാണിക്കണം. അനുജൻ ഒരു ഷോപ്പ് കൊടുക്കുന്നുണ്ട്, അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അനുജൻ എന്തോ കടം കൊണ്ട് കുടുങ്ങി, അപ്പൊ നമ്മൾ സഹായിക്കണം. എന്നോട് പറഞ്ഞല്ലോ തുടങ്ങുമ്പോ അങ്ങനെ പറയാൻ പാടില്ല. അനുജന്റെ കല്യാണ സമയത്ത് നമ്മൾ സഹായിക്കണം. ഉപ്പ മക്കളെ സ്നേഹിക്കുന്ന ആ സ്നേഹം
ജ്യേഷ്ഠൻ അനുജന്മാരെ സ്നേഹിക്കണം. എന്നിട്ട് ഇബ്നു ഹജർ വിശദീകരിച്ച് പറയാം, നിനക്ക് എന്ത് ഗുണം ഹൈ ലെവലിൽ ഉണ്ടെങ്കിലും ശരി, നീ നാട്ടിൽ വലിയ സംഭവമായിരിക്കും, പക്ഷെ നീ അള്ളാന്റെ അടുത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാവണം. അതാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാവേണ്ടത്. മൂത്തമ്മാനോടും ഇളയമാനോടും മൂത്താപ്പനോടും ഇളയപ്പനോടും ഒക്കെ നല്ല ബന്ധം ഉണ്ടാവണം. ഉപ്പാന്റെ അതേ സ്ഥാനമാണ് ഉപ്പാന്റെ ജ്യേഷ്ഠൻ അനുജന്മാർക്കൊക്കെ. ഉപ്പാനെ പരിഗണിക്കണ പോലെ അവരെയും പരിഗണിക്കണം, സ്നേഹിക്കണം. മൂത്താപ്പ എന്തിനാണ് നമ്മളെ കല്യാണ വിഷയത്തിലൊക്കെ ഇടപെടുന്നത്? അയാൾ ഫണ്ടൊന്നും തരുന്നില്ലല്ലോ, ഭയങ്കര അഭിപ്രായമാണല്ലോ ഉപരിക്ക്. ഇങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാവരുത്. നിന്റെ പിന്നെ കയ്യിലെ കൊണ്ടുകൊണ്ട് എന്ത് കാര്യം ഉണ്ടാവാനാ? കുടുംബ ബന്ധം മുറിച്ചവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. അത് ബറാത്തിരാവല്ല, ലൈലത്തുൽ ഖദറല്ല, ഏത് നല്ല കാലത്താണെങ്കിലും ഇന്നല്ലാഹ ലാ യർഹമു ഖൗമൻ ഫീഹിം ഖാതിഉർ റഹീം. കുടുംബ ബന്ധം മുറിച്ചവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അവൻ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ തന്നെ ദുആ സ്വീകരിക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര പ്രശ്നമായ ഏത് ലൈലത്തുൽ ഖദറായാലും അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. മക്കൾക്ക് കുടുംബ ബന്ധം നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം, ഉമ്മയെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതൊക്കെ. നീ എവിടെ പോകുന്നടാ? കല്യാണം കഴിഞ്ഞിട്ട് എവിടെ പോകുന്നത്? എടെ മൂത്തമ്മാന്റെ അടുത്താ? ആ പോകലെല്ലാം പോയിക്കോ, കൊറേ സാധനം ഒന്നും അടുത്തേക്ക് ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് എന്തെങ്കിലും വാങ്ങിയാൽ മതി എന്നല്ല പറയേണ്ടത്. മൂത്തമ്മ എന്ന് പറഞ്ഞാൽ ആരാധന നിനക്ക്? ഉമ്മ ആ പണ്ട് കാലത്ത് 2 കൊല്ലം അസുഖത്തിൽ കിടന്ന മരണത്തോട് മല്ലിട്ടൊരു രോഗിക്കറിയില്ലേ? ആ കാലത്ത് നിങ്ങളെ മുഴുവനും അരിച്ചെടുത്തത് മൂത്തമ്മയാണ്. ആ മൂത്തമ്മക്ക് ഇപ്പൊ പ്രായമായി, നമ്മളെ ഉമ്മാമ്മന്റെ സ്ഥാനത്താണ്. നീ നന്നായിട്ട് പരിഗണിക്കണം കേട്ടാ. കുറച്ച് എന്തെങ്കിലും നല്ല ഹദിയല്ല മൂത്തമ്മക്ക് കൊടുക്കണം, അങ്ങനെ പറയണം. അവൻ നമ്മളെ ദേഹേച്ഛ, ദുരാഗ്രഹങ്ങൾ. ഇതിൽ പിശാചിനേക്കാൾ വലിയ ശത്രുവാണ് ദേഹേച്ഛ, ശാരീരിക ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ദുരാഗ്രഹങ്ങൾ പിശാചിനെ റമദാനിൽ കെട്ടിയിടും. ഈ സാധനം അവിടെ തന്നെ ഉണ്ടാവും. ഇബ്ലീസിന്റെ ശത്രുത പോലെയല്ല. ഇബ്ലീസ് ഇപ്പൊ ഒരാളെ തെറ്റയിപ്പിക്കാൻ നോക്കിയാൽ ആ തെറ്റ് ചെയ്തില്ലെങ്കിൽ ഇബ്ലീസ് കുറെ നേരം നോക്കൂ ആ തെന്നെ ചെയ്യിപ്പിക്കാൻ. ആ തെറ്റെങ്ങനെയെങ്കിലും ചെയ്യിപ്പിക്കാൻ നോക്കൂ ഇബ്ലീസ്. ഹവൻ നഫ്സ് അങ്ങനെയല്ല. ഹവൻ നഫ്സ് ഒരു തെറ്റ് ചെയ്യിപ്പിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ ആ തെറ്റ് അയാൾ ചെയ്തില്ലെങ്കിൽ വേറെ തെറ്റ് ചെയ്യിപ്പിക്കും. തെറ്റ് നിർത്തണമെന്ന് ഒരു മനുഷ്യന് തോന്നുമ്പോൾ ഹവൻ നഫ്സ് തെറ്റ് നിർത്താൻ എങ്ങനെയും വിടൂല. അപ്പൊ ഒരാൾ തൗബ ചെയ്ത് നന്നാവാന്ന് വിചാരിച്ചു. അപ്പൊ ഹവൻ നഫ്സ് എന്താ ചെയ്യാം? നമ്മുടെ ശരീരം എന്താ ചെയ്യാൻ പറയാം? തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരിക്കെ തന്നെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് തരും. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ യൂട്യൂബെന്നോ മറ്റോ ആണ് ഹറാമോ സിനിമയോ തെറ്റോ കാണുന്നത്, ആരുടെയോ വയലോ ക്ലാസ്സോ ഉപദേശമോ കേട്ടിട്ട് അയാൾ നിർത്താം എന്ന് വിചാരിക്കുമ്പോൾ ഹവൻ നഫ്സ് വന്നിട്ട് പറയും അതെന്തിനാ നിർത്തേണ്ട ആവശ്യം? കാണണ്ടെന്ന് വിചാരിച്ചാൽ പോരെ. അല്ലെങ്കിൽ യൂട്യൂബ് കാണി ഇൻസ്റ്റാൾ ആക്കിയാൽ ഉസ്താമാർ വാങ്ങും, പിന്നെ മധു ഗാനെല്ലാം കണ്ട വിടൂല. അപ്പൊ നോമ്പിന്റെ ഒന്നാമത്തെ ലക്ഷ്യം ഹവൻ നഫ്സിനെ നീ കീഴ്പ്പെടുത്തണം. നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് നമ്മുടെ മരണം എന്നറിയില്ല. ഇന്നലെ വയലു പറഞ്ഞ് നാളെ വയലു പറയേണ്ട ഉസ്താദ് ഇന്ന് ഖബറിലാണല്ലോ. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. എന്നാണ് നമ്മുടെ ലാസ്റ്റത്തെ ശ്വാസവും തീർന്ന് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതെന്ന് നമുക്ക് ആർക്കും ഡേറ്റ് ഇല്ല, നിശ്ചയമില്ല. നമുക്ക് വേണ്ട കഫൻ പുട ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഉണ്ട്. നമ്മൾ ഏത് പള്ളിക്കാട്ടിലാണ് കിടക്കുന്നത് എന്നതുവരെ നമുക്കറിയില്ല. അതുകൊണ്ടല്ലേ പള്ളി മൈതാനിയുടെ പരിസരത്തൂടെ പോകുമ്പോൾ അസ്സലാമു അലൈക്കും ദാറ ഖൗമിയൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹ് ബിക്കും ലാഹിഖൂൻ. അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ ബിക്കും ലാഹിഖൂൻ, നിങ്ങളുടെ അടുത്ത് തന്നെ ഞാൻ കിടക്കുന്നു. ഇത് ഏത് പള്ളിക്കാട്ടിന്റെ അടുത്തോട് പോകുമ്പോൾ ചൊല്ലണം. ചിലപ്പോ അവിടെയാണ് നമ്മൾ മരിച്ചു കിടക്കുന്നതെങ്കിലോ ആർക്കും അറിയില്ല. നമ്മുടെ നിയന്ത്രണം മുഴുവനും ഏറ്റെടുത്തത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കണം. ആരാണ് റബ്ബ്? ഉമ്മയുടെ വയറ്റിൽ നമ്മളുള്ള കാലം മുതൽ നമുക്ക് വേണ്ടത് അതത് സമയത്ത് നോക്കി തന്ന് ആ കാലത്ത് വേണ്ട ഫുഡ് ആ കാലത്ത്, പിന്നീട് മുലപ്പാല്, പിന്നീട് ചെറിയ ലഘുഭക്ഷണം, അങ്ങനെ ഓരോ കാലത്ത് ഇന്ന് രാത്രത്തെ ഫുഡ് വരെ സംവിധാനിച്ച റബ്ബ്. ആ റബ്ബിന്റെ ഇഷ്ടം വാങ്ങി നമ്മൾ ജീവിക്കണം. ഖബർ എന്ന ആ വീട് പ്രകാശിപ്പിച്ചിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സമൂഹത്തിൽ ഗീബത്ത് പറയലിന്റെ ഗൗരവം പൊതുവെ ആൾക്കാർക്ക് അറിയാം. വ്യഭിചാരത്തിനേക്കാൾ വലിയ തെറ്റാണ് ഗീബത്ത് എന്ന് ആശയം എല്ലാവർക്കും അറിയാം. പക്ഷെ കൂടുതലായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഗീബത്ത് ഉണ്ടാവും. ഒരുമിച്ച് കൂടിയിരുന്നാൽ, രണ്ടാൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ കുറ്റം പറച്ചിലുണ്ടാവും. എന്താ കാരണം? നമ്മൾ കൂട്ടുകൂടുന്നവരെല്ലാം മിക്കവാറും ഗീബത്ത് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുവട്ടത്തിൽ ഗീബത്ത് പറയുന്നവർ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ തെറ്റിനോടുള്ള ഗൗരവം കുറഞ്ഞുപോയി. അല്ലാതെ ആ തെറ്റാതെ അല്ലാതായിട്ടോ ഹറാം അല്ലാതായിട്ടോ അല്ല. അപ്പോൾ ഒരു ഹറാമ് തന്നെ ഒരു നാട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനോടുള്ള ഗൗരവം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്, നീ ഫാസിഖിനോട് കൂടെ കൂട്ടുകൂടരുത്.
വലിയ വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന തമ്മാടിയുടെ കൂടെ നീ കൂട്ടുകൂടിയാൽ നിന്റെ മനസ്സിൽ തെറ്റിനോടുള്ള വെറുപ്പില്ലാതാവും. അവാർഡുകൾക്ക് വേണ്ടിയുള്ള പേനയുന്തികളല്ല എഴുത്തുകാരാ വേണ്ടത്. ചാരിറ്റി ഫോർ ചാരിറ്റി അല്ല നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെടേണ്ടത്. നിഷ്കളങ്കമായ ഒരു ഇടപെടൽ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാവണം. അനാഥകളായ മക്കളെ ഓർഫനേജുകളിൽ വളർത്തുന്നു. ചാരിറ്റി നടത്തുന്ന സംഘടനകൾ അനാഥകളെ പോറ്റി വളർത്തുന്നു. എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും മനോഹരമായി സമൂഹം ഏറ്റെടുത്തത്? ആ ശബ്ദം നിലച്ചുപോയ ആ മക്കൾക്ക് വേണ്ടി ലോക നേതാവ് 2 വിരലുകൾ ചേർത്ത് പിടിച്ചിങ്ങനെ ഉയർത്തി. അനാഥകളെ സംരക്ഷിക്കുന്നവനും ഞാനും ഇപ്രകാരം സ്വർഗത്തിൽ. ഈ 2 വിരലുകൾക്ക് കോടിക്കണക്കിന് മനുഷ്യരെ ചേർത്ത് പിടിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. പ്രവാചകരോടൊപ്പം സ്വർഗത്തിലെത്താനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ഈ തക്കാഫുൽ മുഴുവൻ സമൂഹം ഏറ്റെടുക്കുന്നത്. ഈ വിരലുകളുടെ ശക്തി നോക്കൂ നിങ്ങൾ. നമുക്ക് ശബ്ദഹീനന്റെ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവാൻ, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ നമുക്ക് കഴിയണം. റിസാല ക്യാമ്പയിൻ ആ അർത്ഥത്തിലാണ് നമ്മൾ ആചരിക്കേണ്ടതും ചേർത്ത് പിടിക്കേണ്ടതും. റിസാല വീണ്ടും വീണ്ടും ശബ്ദിക്കുന്നത് അപരവൽക്കരിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ തറാവിയിൽ വജ്ജത്തോതാത്തത്? സുന്നത്തല്ലേ, നിർബന്ധമല്ലല്ലോ. എന്താണ് 3 തസ്ബീഹ് അല്ലാത്തത്? സുന്നത്തല്ലേ. എന്താണ് നമ്മൾ അത്തഹിയാത്ത് ഫുൾ ഓതാത്തത്? സുന്നത്തല്ലേ ഉള്ളൂ. അപ്പൊ സുന്നത്ത് എടുക്കേണ്ട മാസം ഏതാ? പിന്നെ സ്വഹാബത്ത് ഒരു കാര്യം ചെയ്യുമ്പോ എന്താ ചിന്തിക്കലെന്നറിയാം, അല്ലാഹ് ഇത് സുന്നത്തല്ലേ, റബ്ബേ എങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ല, സുന്നത്തല്ലേ. നമ്മളോ സുന്നത്തല്ലേ. അമ്മയേക്കാൾ ശബ്ദം ഉയർത്തിയിട്ട് ജീവിതത്തിൽ ഒന്നും സംസാരിക്കരുത്. നല്ല പേടി വേണം, നമ്മളെ അമല് പൊളിഞ്ഞു. തമാശ കളിയല്ല. മാതാപിതാക്കളെ വിഷയത്തിൽ അള്ളാഹ് ഒരു കൺസെഷനും തരൂല. അതുകൊണ്ടാണ് അള്ളാഹ് ഇബാദത്ത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അത് ആ വിഷയം അള്ളാഹ് പറയും. അനിഷ്കുർലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്തോളണം, എനിക്ക് മാത്രമല്ല വലിവാലിദേക്ക്, നിങ്ങളെ മാതാപിതാക്കൾ. അതിനാ ഒന്നിച്ചു പറയണത്. സക്കാത്ത് നിസ്കാരം എന്ന് പറയാൻ അറിയാറ്റ വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, എനിക്ക് മാത്രമേ നിങ്ങൾ ഇബാദത്ത് എടുക്കാൻ പറ്റൂ. ശിർക്ക് ചെയ്യരുത് എന്നാ പറയണത്. തൊട്ട് ശേഷം എന്താ പറയണത്? വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ മറ്റേത് അള്ളാഹ്ക്ക് ആവശ്യമില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. എന്താണ് ഇതിന്റെ ഗൗരവം? നമുക്ക് തോന്നുന്ന പോലെ ജീവിക്കലല്ല ഇസ്ലാം. ഇസ്ലാം പറഞ്ഞ അനുസരിച്ച് ജീവിക്കുമ്പോഴാ ഒരു മുസ്ലിം രൂപപ്പെടുക. മാതാപിതാക്കൾ നമ്മുടെ ഏറ്റവും വലിയവരായിരിക്കണം. നമ്മളെക്കാൾ അറിവ് കുറവായിരിക്കും, ഇബാദത്ത് കുറവായിരിക്കും. പക്ഷേ എന്തു പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ സ്വർഗത്തിന്റെ ചാവി ഒരിടത്തുള്ളത്. സ്വർഗത്തിൽ എന്തെല്ലാം ഉള്ളതെന്ന് ചിലപ്പോ നമുക്കായിരിക്കും കൂടുതൽ അറിയാം. ചാവി ഓരോ കയ്യിലുള്ളത്, അതില്ലാണ്ട് ഉള്ളിലെത്തൂല. ഒരു ഫയൽ പേപ്പർ എടുത്തിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീ വരുന്നത് കണ്ടപാടെ നമ്മൾ വായിച്ചു നോക്കി, കണ്ണടക്ക് ഇട്ടിട്ട്. ഈ വരുന്ന സ്ത്രീ ഇവരുടെ ഭർത്താവ് ടെറസിന്റെ മേലേന്ന് വീണ് പരിക്ക് പറ്റിയതാണ്. ചികിത്സാ ചെലവിൽ 10 ലക്ഷം ചെലവായി. ഈയിടെ ഫെബ്രുവരി മാസത്തിൽ മരണപ്പെട്ടു. മക്കൾ 3 പേരും മാനസിക രോഗികളാണ്. നിങ്ങൾ കാര്യമായി ഉദാരമായി സംഭാവന ചെയ്യുക. അബൂബക്കർ ഹാജി പ്രസിഡന്റ്, അബ്ദുള്ള ഹാജി ജനറൽ സെക്രട്ടറി. ഇത് വായിച്ചിട്ട് നമ്മളൊരു ഡയലോഗ്, തട്ടിപ്പണോ തട്ടിപ്പണോ, കുറെ തട്ടിപ്പന്മാരിറങ്ങിയ കാലം, വിശ്വാസമൊന്നും ഇല്ല കേട്ടാ മോനെ, ഒരു 100 രൂപ ഉണ്ട്. ഇത് കൊടുക്കുമ്പോ ആ പെണ്ണുങ്ങളുടെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വീണ്ട്. ഈ ചോദ്യം വേദനിച്ചുകൊണ്ട് ഈ 100-ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്വതക്കന്റെ കൂലിയിട്ടൊന്ന്? നിങ്ങൾക്കറിയാലോ, ഈ പെണ്ണുങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോകുമ്പോ അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ പാത്രം ഇങ്ങനെ കഴുകണ്ടപ്പോ ആരോ വന്നപ്പോ കൊടന്ന് വലൈക്കും അസ്സലാം, എന്തായാലും എനിക്ക് തോന്നുന്നു ശരിക്കും വായിക്കാനറിയാം, സഹായത്തിന് വന്നായിരിക്കും അല്ലേ. ഒറ്റ മിനിറ്റ്. എന്നിട്ട് ഒരു വീട്ടിൽ ഉള്ളിൽ കയറി ഒരു ഭണ്ഡാരം കുളിച്ചിട്ട് 2 ചുളിഞ്ഞ 10 രൂപ നിവർത്തിയിട്ട്, ഇതിന്റെ ബർക്കത്തുണ്ട് എന്റെ മക്കളെ നന്നാണ്. ഇത് സ്വതക്കന്റെ കൂലി കിട്ടോ? കിട്ടോ? ലെറ്റ് സ്മൈൽ ഇൻസ്റ്റാലിറ്റി. ഇതെന്നെ സാധനം ഇസ്ലാം എന്ന് പറഞ്ഞാൽ പാച്ചയായിട്ട് ജീവിക്കണം. നമുക്ക് കഴിയുമെങ്കിൽ എന്റെ മക്കളെ ക്യാമ്പസിൽ കൊടികെട്ടലൊന്നല്ല വിപ്ലവം, നിങ്ങൾ ക്യാമ്പസിൽ മുസ്ലിമായിട്ട് ജീവിക്കല വിപ്ലവം. മൊത്തം മറന്നു പോകും. അത്രയും വലിയ സുഖമാണ് സ്വർഗം. എന്നാൽ സ്വർഗം തന്നെ മറന്നു പോകുന്ന ഒരു കെട്ട് അതെപ്പോഴും അള്ളാഹു കാണും. സ്വർഗം മറന്നു. അതാണ് മഹത്തുക്കൾ പറയേണ്ടത് ഹദീസിന്റെ വിശദീകരണത്തിൽ. സ്വർഗത്തിൽ സാധാരണക്കാരുടെ ദൃഷ്ടിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവൽ മന്ദബുദ്ധികളായിരിക്കും. നമുക്ക് അവരെ കുറിച്ച് വലിയ ബുദ്ധിയില്ലാത്തവരായിട്ടാണ് തോന്നുന്നത്. ആ ഔലിയാക്കളാണ് അവർ പരലോകത്ത് സ്വർഗത്തിലെത്തിയാല് അവർക്ക് മലക്കുകൾ ഗ്രേപ്സിന്റെ ജ്യൂസ്, അനാർ എന്താണ്
വാട്ടർ വീൽ ഇത് വാട്ടർ വീൽ. രമ്യഹർമ്മങ്ങൾ കെട്ടിടങ്ങൾ ഏഷ്യാറ്റ് എന്ത് ഓ ഇതൊന്നും പറ്റൂല. എന്നാ ഇതാ സ്വർഗത്തിലെ തരുണീമണികൾ എന്ത് നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് എന്റെ അള്ളനെ വേണം. അതാണ് സ്വർഗം തന്നെ മറന്നു പോകുന്ന ഒരു ഘട്ടമാണ് അള്ളാഹുവിനെ കാണുന്ന ഘട്ടം. ഇങ്ങനെ ദുനിയാവിൽ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. മത്തുക്കൾ എഴുതി വെക്കുന്നുണ്ട്, ഭൂമിയുടെ മുകളിൽ നിനക്കൊരു വീടുണ്ട്, അതാണ് നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന വീട്. ഭൂമിയുടെ താഴെ നിനക്കൊരു വീടുണ്ട്, അതാണ് ഖബർ. ദീർഘകാലം താമസിക്കുന്നത് താഴെയുള്ള വീട്ടിലാണ്. ആകെ കുറഞ്ഞ കാലം മാത്രമേ, അത് തന്നെ എത്ര കുറവാണെന്നും എത്ര ദിവസമാണെന്നും നമുക്കറിയില്ല. അത്രയും കാലമേ മുകളിലുള്ള വീട്ടിൽ താമസിക്കുള്ളൂ. ഏത് വീടാണ് ഭംഗിയാക്കേണ്ടത് എന്ന് നീ തന്നെ ആലോചിക്കും. കാണും കണ്ണും കരഞ്ഞുതിരും കിനാവും കണ്ണീരും പ്രതീക്ഷ തരും. ഒക്കെ വാങ്ങുന്നത് ഇപ്പൊ സിമ്പിളാണ്. എന്താ ഒരു 5 റോളാക്കാനുണ്ടാവും. ചിക്കൻ റോളല്ല, ഒരു 5 റോളാക്കാനുണ്ടാവും. ഇവർക്ക് വീട്ടാനുള്ള വഴി എന്തായാലും ഇല്ല. പക്ഷെ 5-6 ലക്ഷം കടം വാങ്ങുമ്പോഴും ഇവര് പറയല് 6 മാസം കൊണ്ട് തരാന്നോ. എന്റെ ചങ്ങായി, ഞാൻ 100 കണക്കിന് ആളോട് കടം വാങ്ങി നിന്നോട് വാങ്ങി കുടുങ്ങിപ്പോയല്ലോ മോനെ. ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടടോ മുങ്ങുന്നു. ഈ പറയുന്ന ഈ വർത്താനം കേട്ടാ ഇയാൾ അങ്ങോട്ടാ കൊടുത്തിന്. കരാറ് ലംഘിക്കുക, വാക്ക് ലംഘിക്കുക എന്നൊക്കെ പറയുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളം കൂടിയാണ്. ഇപ്പൊ ആർക്കും കടം കൊടുക്കാൻ ഭയങ്കര മടിയാണല്ലോ. എന്താ കാരണം? ആ വാങ്ങിയ ഉഷാറ് തിരിച്ചു കിട്ടാനുണ്ടാവില്ല, കൊടുക്കാനുണ്ടാവില്ല. എത്ര ഇഷ്ടക്കാരായ സുഹൃത്തുക്കളാണെങ്കിലും കടം ചോദിക്കാനും മടിയായി, കൊടുക്കാനും മടിയായി. വീട്ടാനുള്ള വഴി കാണാതെ കടം വാങ്ങാൻ പറ്റുമോ ഇസ്ലാമില്? കടക്കാരനായിരിക്കെ, അവധി ഇറങ്ങിയ കടമായിരിക്കെ അയാൾ യാത്ര പോകാൻ പറ്റുമോ ഇസ്ലാമില്? ഒരാള് മരണപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മയ്യത്തിന്റെ അടുത്തുനിന്ന് ചോദിക്കല്, ഇയാള് കള്ളുടിച്ചിനോ, ഇയാള് മറ്റെന്തെങ്കിലും തെറ്റ് ചെയ്തിനോ എന്നൊന്നും ചോദിക്കൂല. തങ്ങൾ ചോദിക്കല് ഹൽ അലൈഹി ദൈനുൻ, ഇയാൾക്ക് കടമുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടാ, നിങ്ങൾ തന്നെ നിസ്കരിച്ചോളി. ഉണ്ടാ, നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കണം എന്നാണ് ആഗ്രഹം. അതിനാണ് ഈ ഓഫർ എല്ലാം തരുന്നത്. അല്ലാതെ നരകം എന്ന് പറയുന്ന ഒരു കമ്പനി അന്ന് സൃഷ്ടിച്ചിട്ട് ഇബ്ലീസ് എന്ന ഗുണ്ടകളെ അയച്ചിട്ട് സ്റ്റാഫിനോട് മൊത്തത്തിൽ കോർപ്പറേറ്റ് മുതലാളി പറയുന്ന പോലെ എല്ലാവരും ഈ കൊല്ലം ഏഷ്യയിൽ മാത്രം നമുക്ക് 1 ലക്ഷം ടീമിനെ കിട്ടണം, പിന്നെ യൂറോപ്പിൽ 2 ലക്ഷം വന്നോട്ടെ, ഈ അർജന്റീന ബ്രസീൽ ഭാഗത്ത് ഒരു 50,000 കിട്ടിയാൽ മതി. ഇങ്ങനെ കോർപ്പറേറ്റ് മുതലാളി സ്റ്റാഫിന് എംപ്ലോയീസിന് ടാർഗറ്റ് കൊടുക്കണ പോലെ ഇത്ര ലാഭം ഉണ്ടാക്കണം എന്നല്ല പറയുന്നത്. എന്താ പറയുന്ന അറിയാം? ഈ റമദാനിൽ ഇൻഷാ അല്ലാഹ് ഓരോ മഗ്‌രിബിന്റെ സമയത്തും 1 ലക്ഷം ആളെ നമുക്ക് നരകത്ത് ഒഴിവാക്കാം. ആരാ? നരകൻ ടിക്കറ്റ് കൺഫേം ആയിട്ട് ഇവന് അവരെ മോചിപ്പിക്കും. വെള്ളിയാഴ്ച പിന്നെ ഓഫർ എത്ര? എന്നിട്ട് നരകത്തുനിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ കിതാബ് ചോദിക്കാം ഫമത്ത, പിന്നെ എപ്പോഴാ അവൻ റമദാൻ വന്നിട്ടും പൊറപ്പിച്ചിട്ടെങ്കിൽ ഫമത്ത, പിന്നെ എപ്പോൾ? ഇനി മസൂദ് സക്കാഫി ഉസ്താദിന് റമദാൻ ഉണ്ടോ? നമ്മളുടെ ഉപ്പാപ്പ ഉമ്മാമ മരിച്ചുപോയവർക്ക് റമദാൻ ഉണ്ടോ? നമുക്ക് ഇനി റമദാൻ ഉണ്ടാവും നമുക്കറിയോ? ഫമത്ത, ആ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ ഒട്ടിച്ചു നോക്കണം. റമദാനിൽ പാപങ്ങൾ പൊറപ്പിച്ചിട്ടില്ലെങ്കിൽ ഫമത്ത, അവനെപ്പോൾ പൊറപ്പിക്കും? അള്ളാഹു നമുക്ക് പുറത്തേരുമാറാവട്ടെ. നമ്മൾ അതല്ലേ നമുക്ക് പുറത്തേരുന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് എപ്പോഴും ഉണ്ടാവും. മ്യൂസിക്, സിനിമ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മരിച്ച ചെറുപ്പക്കാരനില്ലേ? ഉണ്ട്. സിനിമാ തിയേറ്ററിലേക്ക് പോകുമ്പോൾ ആക്സിഡന്റ് ആയി മരിച്ചവരില്ലേ? ഉണ്ട്. എങ്ങനെയാ അവരൊക്കെ പറയാ? വാപ്പ ഇടുന്ന വരുന്നത് മോന്റെ മയ്യത്തസ്കാരം കഴിഞ്ഞിട്ട് മരിച്ചു. എങ്ങനെ? ആക്സിഡന്റ് ആയിട്ട്. എവിടെ നിന്ന് ആക്സിഡന്റ് ആയത്? ഇന്നാലും നടത്തുന്നു. എന്താ പറ്റിയത്? എവിടെ പോവായിരുന്നു? വാപ്പാക്ക് പറയാൻ കഴിയോ? സിനിമക്ക് പോകുമ്പോ മരിച്ച മോന്റെ പേരിൽ മയ്യത്തസ്കരിച്ചിട്ട് വരികയാണ് പറയാൻ പറ്റുമോ? അത് ഒരു സ്ഥലം വരെ പോയിട്ട് വരുന്നു. ഒരു സ്ഥലം വരെ എന്ന് വെച്ചാൽ കോളേജിലേക്കാ. എന്താ പറയാ നീട്ടി വളർത്ത മുടിയുമായിട്ട് നമ്മൾ മരിച്ച ആക്സിഡന്റ് ആയി മരിച്ചു പോയാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന മുത്തുമൂമിനിങ്ങൾ, പ്രായമുള്ള ഉപ്പാപ്പമാര് പറയും ഇത് മൂമിനെല്ലാം തോന്നട്ടോ, കോലൊക്കെ കാണും, താടി മുടിയൊക്കെ
മോനെ അത്യാവശ്യം അമലുണ്ടാവണം കേട്ടോ കയ്യില്. ഫഇന്നൽ ബഹ്റ അമീഖ്. ഖിയാമത്ത് നാളിലേക്ക് പോകുമ്പോ കുറെ കടമ്പകളൊക്കെ കടക്കാനുണ്ട്. ഉടായ്പ ഉണ്ടോന്ന് അവിടുന്ന് കഴിച്ചിലാവില്ല. ചെറിയ നന്മ അടക്കം അവിടെ തൂങ്ങും, കനം തൂങ്ങും. അതുകൊണ്ട് അക്സിരിൽ അമല, മോനെ അമല് വർദ്ധിപ്പിക്കണേ, അമല് വർദ്ധിപ്പിക്കണേ. ഫഇന്നൽ ബഹ്റ അമീഖ്. ആഴമുള്ള കടലാണെന്ന് പറഞ്ഞാൽ കുറേ സഞ്ചരിക്കാനുള്ളതാണ്. അത്യാവശ്യം അമലുകൾ കയ്യിൽ ഉണ്ടാവണം. നമ്മുടെ കയ്യിൽ അമലുകൾ ഉണ്ടാവണം. യുക്തിവാദികൾ ഒരു ഭാഗത്ത് വീഡിയോ ഇട്ടിട്ട് പലതും നിന്നെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കും. കോളേജിന്റെ മുറ്റത്ത് പലതും നീ കേട്ടുകൊണ്ടിരിക്കും. ഇസ്ലാമിന്റെ ആശയങ്ങളെയും ഇസ്ലാമിന്റെ ഷിയാറിനെയും ഇസ്ലാമിന്റെ ആലിമീങ്ങളെയും ട്രോളിക്കൊണ്ടിരിക്കും. മോനെ നീ പെട്ടുപോകല്ലേ, ഓട്ടയാവും. ഓട്ടയുള്ള കപ്പലുമായിട്ട് പോന്നാൽ ഫൈനൽ ബഹ്റ അമീഖ്, നീ മുങ്ങിപ്പോകും. ഇസ്ലാമിലെ ഏറ്റവും മോശം ആള് ആരാണ്, ഏറ്റവും നല്ല ആൾ ആരാണ് എന്ന് വിലയിരുത്തുന്ന ഒരു ചർച്ചയുണ്ട് കിതാബിൽ. ഏറ്റവും നല്ല ആൾ ഇസ്ലാമിൽ ഭാര്യയോട് മക്കളോടൊക്കെ നല്ല സ്വഭാവമുള്ള ആള്. ഏറ്റവും മോശമായ ആൾ ആരാ ഇസ്ലാമില്? കുടുംബക്കാരൊക്കെ ഒന്നിച്ചിരുന്ന് നല്ല രസത്തിൽ ചിരിച്ച് തമാശയൊക്കെ പറയുമ്പോൾ ഇയാൾ വരുമ്പോൾ തന്നെ അവരുടെ ചിരി മൊത്തം സ്റ്റോപ്പായി, പേടിയായി. അയാളാണ് ഏറ്റവും മോശം ആള്. ഹുസ്നുൽ ഖുൽഖ് നമുക്കുണ്ടാവും. അർശിന്റെ തണല് കിട്ടുന്ന ഒരു വിഭാഗമാണ് സൽസ്വഭാവികൾ. സൽസ്വഭാവികൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത, സൽസ്വഭാവം എന്ന് പറയുന്ന നന്മ മീസാനിൽ വെച്ചാൽ അതിന് വലിയ ഭാരമായിരിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ പറഞ്ഞു വന്നത്, നമ്മളെ സ്വഭാവം നല്ല സ്വഭാവമാക്കുക, നമ്മളെ മക്കളെ സ്വഭാവം നല്ല സ്വഭാവമാവും. മോനെ അത്യാവശ്യം അമലുണ്ടാവണം കേട്ടോ കയ്യില്. ഫഇന്നൽ ബഹ്റ അമീഖ്. ഖിയാമത്ത് നാളിലേക്ക് പോകുമ്പോ കുറെ കടമ്പകളൊക്കെ കടക്കാനുണ്ട്. ഉടായ്പ ഉണ്ടോന്ന് അവിടുന്ന് കഴിച്ചിലാവില്ല. ചെറിയ നന്മ അടക്കം അവിടെ തൂങ്ങും, കനം തൂങ്ങും. അതുകൊണ്ട് അക്സിരിൽ അമല, മോനെ അമല് വർദ്ധിപ്പിക്കണേ, അമല് വർദ്ധിപ്പിക്കണേ. ഫഇന്നൽ ബഹ്റ അമീഖ്. ആഴമുള്ള കടലാണെന്ന് പറഞ്ഞാൽ കുറേ സഞ്ചരിക്കാനുള്ളതാണ്. അത്യാവശ്യം അമലുകൾ കയ്യിൽ ഉണ്ടാവണം. നമ്മുടെ കയ്യിൽ അമലുകൾ ഉണ്ടാവണം. യുക്തിവാദികൾ ഒരു ഭാഗത്ത് വീഡിയോ ഇട്ടിട്ട് പലതും നിന്നെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കും. കോളേജിന്റെ മുറ്റത്ത് പലതും നീ കേട്ടുകൊണ്ടിരിക്കും. ഇസ്ലാമിന്റെ ആശയങ്ങളെയും ഇസ്ലാമിന്റെ ഷിയാറിനെയും ഇസ്ലാമിന്റെ ആലിമീങ്ങളെയും ട്രോളിക്കൊണ്ടിരിക്കും. മോനെ നീ പെട്ടുപോകല്ലേ, ഓട്ടയാവും. ഓട്ടയുള്ള കപ്പലുമായിട്ട് പോന്നാൽ ഫൈനൽ ബഹ്റ അമീഖ്, നീ മുങ്ങിപ്പോകും. ഒരാൾ എപ്പോഴാണ് നല്ല ആളാവുന്നത്? ആരെ കണ്ടാലും അയാൾ എന്നെക്കാൾ നല്ല ആളാണ് എന്ന് തോന്നുമ്പോഴാണ് ഒരു മനുഷ്യൻ നന്നാവുന്നതെന്ന് സയ്യിദുനാ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയാം. അപ്പൊ ചെറിയൊരു കുട്ടിനെ കണ്ട നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? ഈ കുട്ടി എന്റെ അത്ര തെറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന്. പ്രായമുള്ള ഒരാളെ കണ്ടാൽ എന്ത് വിചാരിക്കണം? മൂപ്പരുടെ അത്ര സുജൂദ് ഇബാദത്ത് ഞാൻ നിർവഹിച്ചിട്ടില്ലല്ലോ. ഒരു നായയെ കണ്ടാൽ എന്ത് വിചാരിക്കണം? ഈ നായ ഏതായാലും നരകത്തിൽ പോവില്ലാന്ന് ഉറപ്പല്ലേ, അല്ലേ? അപ്പോൾ ആരെ കണ്ടാലും അയാൾ എന്നെക്കാൾ ടോപ്പാണ് എന്ന് വിചാരിക്കും, എല്ലാവരും ബഹുമാനിക്കും. ഒരാളെ നിസ്സാരപ്പെടുത്തരുത്. പുതിയ കാലം എന്ന് പറഞ്ഞ ട്രോളിന്റെ, കളിയാക്കലിന്റെ ഒരു കാലാണ്. കുഫർ കഴിഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും വലിയ തെറ്റ് എന്നെ കളിയാക്കലാണ്. പ്രത്യേകിച്ച് ഔലിയാക്കളാകുന്ന മഹാന്മാരെ കളിയാക്കിയാൽ ഈമാനില്ലാതെ മരിച്ചു. ബിദഅത്തുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം, അവർക്ക് മഖ്ബറ, ഔലിയാക്കൾ, തങ്ങന്മാര് എന്ന് പറഞ്ഞാൽ അവർക്ക് തീരെ വില ഉണ്ടാവില്ല. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ഔലിയാക്കളെ മഹബത്ത് വെക്കുന്നവരാവണം നമ്മൾ. ആരാണ് അല്ലാഹുവിന്റെ വലിയ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഒരാളെ നിന്ദിക്കാൻ പാടില്ല. റഫയിലെ മുസ്ലിമീങ്ങൾക്ക് കാലില്ല ഇസ്രായേലിന്റെ ബോംബ് ബ്ലാസ്റ്റിൽ. ഗസയിലെ കുട്ടികൾക്ക് ഒരു നേരത്തെ റൊട്ടിയില്ല. വെസ്റ്റ് ബാങ്കിലെ പിള്ളേർക്ക് തിന്നാനില്ല. എന്തിനാലും പറയും, ഉത്തരേന്ത്യയിലെ കോടിക്കണക്കിന് മക്കൾക്ക് ഈ മന്തി പോലോത്തതൊന്ന് കലക്കിയിട്ട് കൊടുത്താൽ 2 വറ്റ് തിന്നിട്ട് പിന്നെ ഉമ്മാക്ക് കൊണ്ടുപോവുക കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ. എന്നിട്ട് നമ്മളെ മോളെ കല്യാണത്തിന് ചോക്ലേറ്റിന്റെ മല, കൂമ്പാരം, പർവ്വതം. എന്നിട്ട് നമ്മളെ ഹദീസ് അർത്ഥം വെക്കുക, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് ഒരു ശരീരം പോലെ, ഒരു കെട്ടിടം പോലെ. എന്ത് ബന്ധം? മോളെ കല്യാണത്തിന് റൂമിന് 15 ലക്ഷം ചെലവ്. ചെക്കന്റെ കൂടെ വന്ന് ഏതോ ഒരു ചെറുക്കന് എന്തോ ഒരു അസംതൃപ്തി ഉണ്ടായി പഠിച്ചു പൊളിക്കുക. മുഅ്മിനെ മറ്റൊരു മുഅ്മിനെ എന്തുപോലെ എന്ന് പറഞ്ഞ ഇളാഅത്തുൽ മാൽ.
സമ്പത്ത് നശിപ്പിക്കുക, ദൂർത്ത് അള്ളാഹ്ക്ക് വളരെ വെറുപ്പുള്ളത്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു സദസ്സിൽ പങ്കെടുത്തപ്പോ, കല്യാണ സദസ്സാണ്, നിക്കാഹിന്റെ സദസ്സാണ്, അവിടെ സുർമയുടെ കുപ്പി വെള്ളി കൊണ്ട് ഉണ്ടാക്കിയത് കണ്ടു. മഹാനവർകൾ ഇറങ്ങിപ്പോന്നു. സുർമന്റെ കുപ്പി വെള്ളിന്റെ ആവശ്യമില്ല. ഇളാഅത്തുൽ മാൽ, സമ്പത്ത് നശിപ്പിക്കുക. എൻഗേജ്മെന്റിന്റെ ഒക്കെ പേരിൽ എന്താ നമ്മൾ നടത്തിക്കൂട്ടുന്നത്? താത്താമാര് ഉമ്മമാര് ശരിക്കും ശ്രദ്ധിക്കണം. എന്ത് വേണ്ടെന്ന് പറഞ്ഞാലോ എല്ലാ സ്വർണ്ണം ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ? നിങ്ങളാണ് ആ വണ്ടി സ്റ്റാർട്ടാക്കല്. ഒരു 50 സ്വലാത്ത് ഡെയിലി ചൊല്ലിയാൽ സ്വാഫഹ്തുഹു യൗമൽ ഖിയാമ, ഞാനും അവനും മുസാഫഹത്ത് ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് മുതൽ 50 സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചൊല്ലുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. 40,000 സ്വലാത്ത് എല്ലിയ അഹമ്മദുസ്സവാവി തങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എങ്ങനെയാ പോവുക? ഡെയിലി 40,000 സ്വലാത്ത്. ഷഹറാനി ഇമാമിന്റെ ഉസ്താദാണ് അവർ. ഷഹറാനി ഇമാമിന്റെ മറ്റൊരു ഉസ്താദ് ഡെയിലി 10,000 സ്വലാത്ത് ഇല്ല. ഓരോ മാസം കഴിയുമ്പോൾ കോടിക്കണക്കിന് സ്വലാത്ത് പൂർത്തിയാക്കുന്ന അയിമ്മത്തെ കിറാം, അവരുടെ മുന്നിലേക്ക് ഒരു 50 സ്വലാത്ത് പോലും ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാ കൊള്ള മോമിനിങ്ങളെ? നമുക്ക് എല്ലാം തന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയല്ലേ? അല്ലാഹുവിലേക്ക് എത്താനുള്ള, സ്വർഗത്തിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ കവാടമാണ് സയ്യിദുൽ കായിനാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോകത്ത് അള്ളാഹു ബുദ്ധിയെ 100 പാർട്ടാക്കിയിട്ട് 99 പാർട്ടും കൊടുത്തത് റസൂലുള്ളാഹിന്റെ തലച്ചോറിലാണ്. ആ ഏറ്റവും ബുദ്ധിമാനായ നേതാവാണ് കേൾക്കേണ്ടി വന്നത് ഭ്രാന്തൻ. ചെറിയ പിള്ളേരെ കൊണ്ട് വിളിപ്പിച്ചിട്ടില്ലേ ത്വായിഫെന്ന്? എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് കല്ലിന് കാലിന് ബ്ലഡ് വന്നിട്ട് അൽമിനഹുൽ വക്കീല് കാണാൻ തങ്ങൾ എണീറ്റിക്കുമ്പോ അവിടുത്തെ ചെരുപ്പ് മുഴുവൻ ബ്ലഡിന്റെ കളറായിരുന്നു. അത്ര ഫുൾ ബ്ലഡിന്റെ കളർ, രക്തൊഴുകിയിട്ട്. എന്നിട്ട് എണീപ്പിച്ച് നിർത്തുമ്പോ അവര് പറഞ്ഞു ഇനി കുറച്ച് നടക്കാലേ. പിന്നെയും ഏറ് കിട്ടി. പിന്നെയും റോഹിൽ ബയാലുണ്ടല്ലോ, 2 സൊഫായിട്ട് നിർത്തിയിട്ട് ഭ്രാന്തെന്ന് അവർ വിളിച്ചോണ്ടിരിക്കണത്. ആ സമയത്ത് നീ ദുആ ഉപയോഗിച്ചൂടായിരുന്നു? തന്റെ ഇഷ്ടക്കാരെ എത്ര പേരെ കൊന്നിട്ടുണ്ട്. ഹംസ തങ്ങളെ കൊന്നിട്ടില്ലേ? ആ സമയത്ത് ദ്വാരന്നൂടായിരുന്നു? ഇല്ല, ഒന്നും ദ്വാരന്നിട്ടില്ല. എന്റെ എന്റെ ദുആ ഞാൻ ആഖിറത്തിലേക്ക് മാറ്റി വെക്കാണ്. എന്റെ ഉമ്മത്ത് എന്നെ പ്രതീക്ഷിച്ചിട്ട് വരുമ്പോ അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാതെ. ഈ നേതാവ് നമ്മളെ എങ്ങനെ സ്നേഹിക്കുക? ഒരു ചീരണി ഒരു ദിവസം മൗലിദിന് കൊടുത്ത് നമ്മൾ തമാമായോ? പോരാ. അതാണ് ഇമാം ഷഅബാനി റഹിമഹുല്ലാഹ് പറഞ്ഞത്, വല ഹദ്ദ വല നിഹായ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സ്നേഹിക്കുന്നതിന് പരിധിയില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരനും മുജാഹിദുകാരനും നെട്രാജിന്റെ 15 സെന്റിമീറ്ററിന്റെ അപ്പുറം സ്നേഹം പോയാൽ ശിർക്കാവും. അവർക്ക് സ്നേഹത്തിന് പരിധിയുണ്ട്. മുഅ്മിനീങ്ങൾക്ക് പരിധിയില്ല. മുഅ്മിനീങ്ങൾക്ക് പരിധിയില്ല. വല്ലാഹി ലാ യുഅ്മിൻ, ഒരാൾ മുഅ്മിനാവില്ല. സഹാബത്ത് ചോദിച്ചു, ഇതാരെ കുറിച്ചായി പറയണത്? വീണ്ടും നബി തങ്ങളുടെ പ്രഖ്യാപനം, വല്ലാഹി ലാ യുഅ്മിൻ, ഒരുത്തൻ മുഅ്മിനാവില്ല. ഖാലു, സഹാബത്തിന്റെ ചോദ്യം, തങ്ങൾ ആരെ കുറിച്ചാ പറയണത് നബിയെ? അയൽവാസിക്ക് ഒരാൾ വരുമ്പോ തന്നെ ഭയങ്കര പേടി, അയാൾ മുഅ്മിനാവില്ല. നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി കണ്ടപ്പോ അയൽവാസിക്ക് പേടി, അല്ലാഹ് എന്തെങ്കിലും ചെയ്യോ പറയോ, ആചാരെന്തെങ്കിലും ചെയ്തേക്കോ. നമ്മുടെ അയൽവാസിക്ക് പേടിയുണ്ടെങ്കിൽ നമ്മൾ മുഅ്മിനല്ല എന്ന് പ്രഖ്യാപിക്കുക. ഹദീസ് എങ്ങനെ? അയൽവാസികൾക്ക് മുഴുവനും, ചുറ്റുവട്ടത്തുള്ള റൂമുകാർക്കും റൂംമേറ്റ്സുകാർക്കും അയൽവാസികൾക്കും നമ്മെ എപ്പോഴാണോ നിർഭയത്വത്തോടു കൂടി കാണാൻ കഴിയുന്നത് അന്നാണ് നമ്മൾ മുഅ്മിനാവുന്നത്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, അയൽവാസിക്ക് നമ്മളെ പേടിയില്ലാതിരിക്കണം, അപ്പോഴാണ് മുഅ്മിനാവുക. ഒരു മദ്യപാനിയായ ആള് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആള്, പുതിയ കാലത്തെ ഭാഷയിൽ MDM തട്ടിയ ആള് നടന്നു വരുമ്പോ അയൽവാസിയെല്ലാം അടുക്കട്ടെ, ഉമ്മാരന്നെ മുട്ട് വിറക്കുന്നു, സഹോദരിയുടെ നെഞ്ചു പിടക്കുകയാണ്, ഭാര്യ ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ ഇയാൾ മുഅ്മിനാവുക? അപ്പോൾ ഒരു മുഅ്മിൻ എങ്ങനെയാ ലഹരി ഉപയോഗിക്കുക? മോനെ, അതിൽ നിന്നൊക്കെ നമ്മൾ മാറിയേക്കണം. ഒരൊറ്റ സ്വലാത്തില്ല തന്നെ അയാൾക്ക് 40-ലധികം നേട്ടങ്ങൾ അല്ലാഹു കൊടുക്കുന്ന. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, വെള്ളം തീയെ കെടുത്തുന്നതിനേക്കാൾ സ്പീഡില് ദോഷത്തെ കെടുത്തിക്കളയുന്ന അമലാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത്. സ്വലാത്തിനില്ലാത്ത നേട്ടങ്ങളുണ്ടോ? സ്വലാത്തിന്റെ നേട്ടങ്ങൾ എണ്ണി തീർക്കാൻ പറ്റുമോ? ഇല്ല. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ മഹബത്തിന്റെ ലോകവും അതിന്റെ ലെവലൊക്കെ പറയുമ്പോൾ നമുക്കത് കഴിയൂല എന്ന് തോന്നുമ്പോഴും സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് സ്വലാത്തല്ല. അത് ഇമാമിങ്ങൾ പറഞ്ഞത്. പ്രത്യേകിച്ച് കള്ളത്തൊരീക്കത്തുകാർ പെരുകിയിരിക്കുന്ന കാലത്ത്
മുറബിയായ ഒരു ഷെയ്ഖിനെ കിട്ടാൻ പ്രയാസമായ കാലത്ത് നമുക്ക് സ്വലാത്ത് മുറുകെ പിടിച്ചാൽ മതി. സ്വലാത്ത് നമ്മളെ ലെവലാക്കിക്കോളും. സ്വലാത്ത് ഇല്ലെന്നവൻ പിഴക്കാതെ ജീവിക്കും. ഒരാളെ അള്ളാഹു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ അയാൾക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള കർമ്മമില്ല, നിലവിൽ ഉള്ള ആയുഷ്കാലത്ത് അത് ചെയ്തു തീർക്കാനുള്ള ഫലവും ഇല്ല. അയാളെയാണെങ്കിൽ അള്ളാഹു അല്ലാതെ എന്തോ കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അള്ളാഹു ചെയ്യുന്ന പരിപാടി എന്താ പറയുക? ഷെഹ്റാൻ ഇമാം സക്കറിയ അൻസ്വാരി റളിയല്ലാഹു അൻഹുമ ആ ഉസ്താദിൽ നിന്ന് ഉദ്ധരിച്ചിട്ട് പറയാം, എന്താ ചെയ്യുന്നത്? ഒരാളെ അള്ളാഹുവിന് എന്തോ ഒരു കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ടു. അയാളാണെങ്കിൽ അതിന് മാത്രം കർമ്മ പുസ്തകത്തിൽ നന്മകൾ നിറച്ച ആളുമല്ല, അതിന് മാത്രം ആയുഷ്കാലം അയാൾക്ക് കണക്കാക്കപ്പെട്ടിട്ടില്ല, അയാൾ അതിലേക്ക് എത്തില്ല എങ്കിൽ അള്ളാഹു ഉടനെ ചെയ്യുന്നത് അയാളോട് അസൂയയും ശത്രുതയും ഉള്ള ആൾക്ക് ജസ്റ്റ് ഒന്ന് വിട്ടുകൊടുക്കും. ജസ്റ്റ് ഒന്ന് വിട്ടു. അങ്ങനെ പറഞ്ഞാല് ഉദാഹരണം പറഞ്ഞേക്കാം, റമദാനോടുകൂടി ഉസ്താദ് മഹലിൽ നിന്ന് പോയി. അപ്പൊ ഗ്രൂപ്പിൽ ആരോ പറഞ്ഞു ഉസ്താദ് പോയല്ലേ? അപ്പൊ അടുത്ത ആള് പോയതല്ല, ഒഴിവാക്കിയതാണ്. വണ്ടി കിക്കർ ചവിട്ടി സ്റ്റാർട്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. പോണ്ടെങ്കിലേ നമുക്ക് അന്നേ പറഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാവരും അതിൽ 28 ആജിക്കമാർ പരമാവധി ഭാഗതയത്വം തെളിയിച്ചിട്ടുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ. പിന്നെ 308 ഉംറ ചെയ്ത ആൾക്കാരും ആ ഗ്രൂപ്പിലുണ്ട്, അവരും പരമാവധി ലൈക്കും പോവലിട്ടിട്ട് ചെയ്തു. പിന്നെ പെണ്ണുങ്ങൾ ആ ഗ്രൂപ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഭർത്താവ് വഴി ഇടപെട്ടിട്ട് അങ്ങനെ ഷെഹ്റാൻ ഇമാമിന്റെ വാക്ക് ബാക്കി കേട്ടോളി. ഫീ ലൈലത്തിൻ വാഹിദ, ഒറ്റ രാത്രി കൊണ്ട് അയാൾ ആ നാട്ടിലെ ഏറ്റവും വലിയ സൂഫിയായി അവർക്ക്. എന്തിനാണ് അള്ളാഹു കുറച്ചാൾക്ക് പണം കൊടുത്ത് കുറച്ചാൾക്ക് പണം കൊടുക്കാത്തത്? അള്ളാഹ്ക്ക് ഇപ്പൊ പണത്തോട് വലിയ ഇഷ്ടമുണ്ടോ? ഇല്ല. അള്ളാഹിന്റെ ഇഷ്ടത്തിന്റെ അടയാളാണോ ഒരാളുടെ ബിസിനസ്സിൽ ബർക്കത്ത് കിട്ടുന്നത്? അല്ല അല്ല അല്ല. അങ്ങനെയെങ്കിൽ എങ്ങനെ ഫിറോൻ പണക്കാരനായത്, കാറൂൻ പണക്കാരനായത്, എങ്ങനെ അബൂജഹൽ കോടീശ്വരനായത്? അള്ളാഹിന്റെ ഇഷ്ടാനിഷ്ടത്തിന്റെ മാനദണ്ഡമൊന്നും അല്ല സമ്പത്ത്. ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ സമ്പത്ത് കൊടുക്കും. പാവപ്പെട്ട നബിമാരില്ലേ? ഉണ്ട്. തിന്നാനില്ലാത്തത് കൊണ്ട് വഫാത്തായ നബിമാരില്ലേ? ഉണ്ട്. പണക്കാരായ നബിമാരില്ലേ? ഉണ്ടല്ലോ. സുലൈമാൻ നബി അലൈഹി സ്വലാമില്ലേ? കോടീശ്വരന്മാരായ സ്വഹാബത്തില്ലേ? ഉണ്ട്. ദാരിദ്ര്യത്തിന്റെ തീച്ചുളയിൽ ജീവിച്ച സ്വഹാബത്തില്ലേ? ഉണ്ട്. അപ്പൊ പണം അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടത്തിന്റെ മാനദണ്ഡം അല്ലേ? അല്ല. പിന്നെന്തിനാ അള്ളാഹു ഇങ്ങനെ സംവിധാനിച്ചത്? പണക്കാരന് പാവപ്പെട്ടവനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടോ എന്ന് അറിയാനാണ് ചിലരുടെ കയ്യിൽ പണം കൊടുത്ത് ചിലർക്ക് പണം കൊടുക്കാതെ അള്ളാഹു ഇങ്ങനെ നിരീക്ഷിക്കുന്നത്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. എങ്ങനെയുണ്ട് നിന്റെ പണം കയ്യിലെത്തുമ്പോൾ നിന്റെ മനസ്സും നിന്റെ ജീവിതവും എന്ന് നോക്കാനാണ്. അതിനാ അള്ളാഹു സംവിധാനിച്ചത്. സത്യത്തിൽ നമ്മുടെ ഒക്കെ കയ്യിലുള്ള പണം നമ്മുടെ പണമാണെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആരോ ഒരു കറാമത്ത് മൊഴിജിതത്ത് കൊണ്ട് നമ്മൾ വീണ്ടും എഴുന്നേൽപ്പിച്ചു. ഈ മരിച്ചതിന് ശേഷം അനന്തര സ്വത്ത് ഓഹരി വെച്ച പണം നമ്മുടെ മിൽക്കിലേക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ? ഇല്ല. അപ്പൊ മനസ്സിലായി നമ്മളല്ല പോയി. ഇത്രയേ ഉള്ളൂ. ഉപ്പ 25 കൊല്ലമായി കെട്ടിവെച്ചിരിക്കുന്ന വാച്ചാണ്. നമ്മളെല്ലാം ഉപ്പാന്റെ ഊരിയെടുത്തു. ഇനി കബറിലേക്ക് പോകുമ്പോൾ വെറും 3 കഷ്ണം തുണികളല്ലേ ഉള്ളൂ. ആ വാച്ച് ഉപ്പാന്റെ കയ്യിൽ തന്നെ കിടക്കട്ടെ എന്ന് ഏതെങ്കിലും ഒരാൾ പറയോ? ഇല്ല. അവസാനമുള്ള വാച്ചും ഊരിയെടുത്തു. ഉമ്മാമാന്റെ ചെവിയിൽ മുഴുവൻ സ്വർണ്ണം. ചില നാട്ടിൽ അതിനെ അലിക്കത്ത് എന്നൊക്കെ പറയും. ഓൾറെഡി കാത് കുത്തിയതിന്റെ പുറമെ ഇവിടെ എല്ലാം സ്വർണം. അത് മുഴുവൻ ഊരി 98 വയസ്സുള്ള ആയിഷ ഹജ്ജുമ്മയുടെ ചെവി താണ് വന്നിട്ടുണ്ട്. ഒരു ചെറിയ തരി പൊന്നേനി ബാക്കിയുള്ളൂ. അത് ഊരിയെടുക്കാൻ കഴിയുന്നില്ല. വിദഗ്ധന്മാരായ ജ്വല്ലറിക്കാരെ കൊണ്ടുവന്നു. അവർ കണ്ടിട്ട് പറഞ്ഞു ഇതെടുക്കുമ്പോൾ മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു പേരക്കുട്ടിയായ ആയിഷയോ ഫാത്തിമയോ അല്ലെങ്കിൽ ഫൗസിയോ പറയോ കിടക്കട്ടെ ഉമ്മാമാന്റെ ചെവിയിലും? ഇല്ല. അവസാനത്തെ തരി വരെ പൊരിച്ചെടുത്ത് കൊണ്ടുപോയിട്ടല്ലാതെ ഖബറിലേക്ക് നീക്കൂല. പിന്നെ എന്തിനാ ചങ്ങായിമാരെ ഈ പിശുക്കൊക്കെ? ആർക്ക് വേണ്ടിയിട്ടാ ഈ പിശുക്ക് കാണിക്കണത്? അതാ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, അല്ല പകരം തരും എന്ന് പറഞ്ഞിട്ടും നീ പിശുക്ക് കാണിക്കുകയാണെങ്കിൽ നിന്നോട് എന്താ പറയേണ്ടത്? അല്ല പകരം തരും എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് എന്തിനു നീ പിശുക്ക് കാണിക്കുന്നു എന്നാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം. ഇതൊരു അർത്ഥവത്തായ ചോദ്യമാണത്. നിങ്ങൾ ആലോചിച്ചു. കുറച്ച് ടൈറ്റ് ആണ് ബിസിനസ്, കുറച്ച് ഡള്ളാണ്. അങ്ങനല്ല, അങ്ങനെ ആ പരിപാടിയൊന്നുമില്ല. വന്നവർക്ക് മുഴുവനും കൊടുക്കുക. കഫം പുടക്ക് കീശയില്ലായോ? ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. വലിയ ഫോൺ പോയിട്ട് ചെറിയ ഫോൺ വരെ കൊണ്ടുപോകാൻ കഴിയില്ല. എന്തിനാ ഈ കെട്ടിപ്പൂട്ടി വെക്കുന്നത്? ഉള്ളത് കൊടുത്താൽ അവിടെ ബാക്കിയുണ്ടാവും. ഇപ്പൊ ഒരു ബക്കറ്റ് നമ്മുടെ ഇടയിലൂടെ പോയി. ഇനി ആ ചാൻസ് നമുക്ക് ജീവിതത്തിലില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചാൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത സ്വതക്ക ആ ബക്കറ്റിൽ ഇട്ടതായിരിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. ഇസ്ലാമിലെ ഏറ്റവും മോശം ആള് ആരാണ്, ഏറ്റവും നല്ല ആൾ ആരാണ് എന്ന് വിലയിരുത്തുന്ന ഒരു ചർച്ചയുണ്ട് കിതാബിൽ. ഏറ്റവും നല്ല ആൾ ഇസ്ലാമിൽ ഭാര്യയോട് മക്കളോടൊക്കെ നല്ല സ്വഭാവമുള്ള ആൾ. ഏറ്റവും മോശമായ ആൾ ആരാ ഇസ്ലാമില്? കുടുംബക്കാരൊക്കെ ഒന്നിച്ചിരുന്ന് നല്ല രസത്തിൽ ചിരിച്ച് തമാശക്ക് പറയുമ്പോൾ ഇയാൾ വരുമ്പോൾ തന്നെ അവരുടെ ചിരി മൊത്തം സ്റ്റോപ്പായി പേടിയായി. അയാളാണ് ഏറ്റവും മോശം. ഹുസ്നുൽ ഖുൽഖ് നമുക്കുണ്ടാവണം. അർശിന്റെ തണല് കിട്ടുന്ന ഒരു വിഭാഗമാണ് സൽ സ്വഭാവം.
സൽസ്വഭാവികൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത, സൽസ്വഭാവം എന്ന് പറയുന്ന നന്മ മീസാനിൽ വെച്ചാൽ അതിന് വലിയ ഭാരമായിരിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ പറഞ്ഞു വന്നത് നമ്മളെ സ്വഭാവം നല്ല സ്വഭാവമാക്കുക, നമ്മളെ മക്കളെ സ്വഭാവം നല്ല സ്വഭാവം. 6ാം ക്ലാസ് വരെ മദ്രസ പഠിച്ച് ഒഴിവായി ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് ഖത്തറിലേക്ക് പോകുമ്പോ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോക്ക് ശിർക്കാകും. അവിടെയൊന്നും മൗലിദില്ല കേട്ടോ. സൗദി അറേബ്യ അല്ല ശരിക്കും ഇസ്ലാമുള്ള നാട്. അവിടുത്തെ ജന്നത്തുൽ മുഅല്ലയിലും ജന്നത്തുൽ ബഖയിലും മക്കത്തും മദീനത്തും നമ്മുടെ കാസർഗോഡൊക്കെ ഉള്ള പോലെ ഒരൊറ്റ കവറും കെട്ടിപ്പൊക്കിയിട്ടില്ല. അതൊക്കെ തെറ്റാന്ന് ഇപ്പൊ മനസ്സിലാകുന്നെന്ന് പേര് പറയും കേട്ടാ. പോകുമ്പോ ചെല്ലിയ മദർ മൗലിദ് വരുമ്പോക്ക് ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോക്ക് ചെറുക്കാവും. എന്താ കാരണം വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല. ഈ ജന്നത്തുൽ മുഅല്ലയിലും ജന്നത്തുൽ ബഖയിലുള്ള സ്വാലിഹീങ്ങളുടെ ഖബറിന്റെ മേലെ ഖുബ്ബ ഉണ്ടായിരുന്നു, ഖബർ കെട്ടിപ്പൊക്കിയിരുന്നു എന്ന് ഇമാം നവവി റഹിമഹുള്ളയുടെ തഹ്ദീബുൽ അസ്മാ വൽ ലുഗാത്തിലും അത്യാദിയുള്ള സർവ്വ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഉണ്ട്. ഇല്ലേ? ഉണ്ട്. ആ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉള്ളത് പിന്നെ കളവാവോ? അല്ല, അത് കളവായിട്ടല്ല. ആ ഇമാമിങ്ങളൊക്കെ ഉള്ള കാലത്ത് അതൊക്കെ ഖുബ്ബ ഉണ്ടായിരുന്നു, ഖബർ കെട്ടിപ്പൊക്കിയിരുന്നു. ഇബ്നു അബ്ദുൽ വഹാബ് വന്നിട്ട്, വഹാബി നേതാവ് വന്നിട്ട് സൗദി ഭരണം ഏറ്റെടുത്തപ്പോ കെട്ടി പൊക്കിയ മുഴുവൻ ഖബറും അടിച്ചു പൊളിച്ച് തകർത്താടിയതാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാം. ഉറപ്പല്ലേ? ഒരു വീട്ടിൽ പോയിട്ട് ഒരാൾ പറയാണ് ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയത്, ഒന്നുമില്ല. എന്തേ? ഓനെന്നെ കുറച്ച് നേരത്തെ ഓന്റെ ഏട്ടൻ പോയിട്ട് ഫുള്ള് ഫുഡ് കാലിയാക്കിട്ട് പ്ലേറ്റ് കാലി വെച്ചാല് എന്താ പറയല്? അവിടെ ഫുഡ് ഉണ്ടെന്ന് പറയില്ലാന്നാ? ഇല്ല. അതേപോലെ കവർ കെട്ടിപ്പൊക്കിയിരുന്നു. ഇവന്റെ ഏട്ടൻ നേരത്തെ പോയിട്ട് പൊളിച്ചതാണ്. എന്റെ അയ്യന്മാർ പോയിട്ട് ഒരാടില്ല. എങ്ങനെ ഉണ്ടാവും? ഒരു മദ്രസയിൽ പഠിക്കുന്ന ഒരു മോള് 10ാം ക്ലാസ്സിലെത്തുമ്പോൾ 9ാം ക്ലാസ്സിലെത്തുമ്പോൾ ഉസ്താദ് പറയും, മോളെ ഹിജാബ് ഇടുന്ന കാലായിട്ടോ, മുഖമൊക്കെ മറക്കണം എന്ന് പറയും. ഈ കുട്ടി അങ്ങനെ ധരിക്കണം, ശരീരം മറക്കണം. ഫാത്തിമ റളിയല്ലാഹു അൻഹ രാത്രിയാണ് എന്നെ കബറടക്കേണ്ടത്, കാരണം രാത്രി കബറടക്കിയാൽ എന്നെ പൊതിന്റെ കഫം കൂടെ പോലും ആരും കാണൂലല്ലോ എന്ന ചരിത്രമൊക്കെ ഉസ്താദിന്റെ അടുത്ത് കേട്ടപ്പോ അങ്ങനെയായിരുന്നോ ഫാത്തിമ ബീവിയുടെ ഒക്കെ സൂക്ഷ്മത? പറയാനുണ്ടോ? മറയില്ലാത്ത മയ്യത്ത് കട്ടിലാണല്ലോ നമ്മളെ നാട്ടിലെ കൾച്ചർ. അതുകൊണ്ട് അബസീനിയ മോഡലിലുള്ള മറയുള്ള മയ്യത്ത് കട്ടിലാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് മറയുള്ള മയ്യത്ത് കട്ടില് വേണമെന്ന് നിർബന്ധം പിടിച്ച ആളാണ് ഫാത്തിമ ബീവി. കാരണം എന്നെ പൊതിന്റെ കഫം കൂടെ ഒരാളും കാണണ്ട, ശരീരല്ല കഫം കൂടെ. അപ്പോൾ ഈ ഫാത്തിമ മോൾക്ക് തോന്നി, നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ ഫാത്തിമ ഷെറിന്നും ഫാത്തിമ ഹിബ എന്നും പേരിട്ടാ മതിയോ? ഈ ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇനി ഗ്ലൗസും ഹിജാബും ഷോക്സ് ഒക്കെ ധരിച്ചിട്ടേ പുറത്തിറങ്ങൂ എന്ന് വിചാരിക്കുമ്പോ ഏട്ടത്തിയും ഏട്ടന്റെ ഭാര്യയും മുഖം മറക്കാതെ പുറത്തിറങ്ങുന്നുണ്ട്. മത്സ്യം വിൽപ്പന നടത്തുന്ന ആളുടെ മുമ്പിലും ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന ആളുടെ മുമ്പിലും ഉമ്മ എന്തെല്ലാം വർത്താനം പറയുന്നത് കാണുന്നുണ്ട്. പിന്നെ ഈ കുട്ടി എന്താ ചെയ്യണ്ടേ? അതാണ് ഇവിടെ പറയുന്നത്. വീട്ടിൽ ഫ്രെയിം ചെയ്ത് കൊടുക്കണതാണ് കുട്ടി സ്വീകരിക്കുക. കുട്ടി അതല്ലേ സ്വീകരിക്കുക. മദ്രസയിൽ നിന്ന് പഠിക്കുന്ന അക്ഷരങ്ങളാണോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക? കലാലയത്തിലെ തിയറിയാണോ ജീവിതത്തിൽ ഉണ്ടാവുക? അല്ല. വീട്ടിൽ അനുകരിക്കാൻ പറ്റുന്ന ആരെല്ലാം ഉണ്ടോ അവരുടെ ജീവിതം എന്താണോ അതാണ് ഉണ്ടാവുക. സഖാഫിന്റെ ഭാര്യക്ക് പറഞ്ഞ നിയമമൊന്നുമല്ല ഹിജാബ്. ആദ്യമൊക്കെ പഠിക്കുന്ന മോളെ കൂട്ടിയിട്ട് ഉമ്മ എവിടെങ്കിലും സഞ്ചരിക്കുകയാണെങ്കിൽ ഉമ്മക്ക് ഹിജാബ് ഇല്ല, കയ്യോറില്ല. മോക്ക് ഹിജാബ് ഉണ്ട്, കയ്യോറുണ്ട്. ഇതേത് നിയമം? ഇതേതാ നിയമം? അങ്ങനെ ഉണ്ടോ? 2 നിയമം? പുതിയ നിയമം പഴയ നിയമമാണോ? അതാണ് ഈ പറയണത്. ആ കുട്ടിയുടെ മുമ്പിൽ വരച്ചു കൊടുക്കുന്ന മുഴുവൻ ചിത്രങ്ങളായിരിക്കും ആ കുട്ടിയുടെ കാലിയായ ഹൃദയത്തിലേക്ക് ചെന്ന് പതിക്കുക. ആ കുട്ടീന്റെ വാപ്പാന്റെ അടുത്തുനിന്നും ഉമ്മാന്റെ അടുത്തുനിന്നും കാണുന്ന ഒക്കെ ആ കുട്ടി പഠിക്കും. സാത്വികനായി ജീവിച്ച് മഹാവിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഖമറുൽ ഉലമ കാന്തപുര ഉസ്താദിന്റെ അനുയായികളല്ലേ നമ്മൾ? ഉസ്താദിന്റെ പുഞ്ചിരിയിലൂടെ അല്ലേ ഈ പ്രസ്ഥാനത്തിന്റെ സൗന്ദര്യം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്? ഉസ്താദിന്റെ മാപ്പ് നൽകലിലൂടെയും സമീപനത്തിലൂടെയും ശത്രുക്കളോട് പോലുള്ള പ്രബലമായ സമീപനം കൊണ്ടല്ലേ ഈ പ്രസ്ഥാനം ഇത്ര വളർന്നു പന്തലിച്ചത്? നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര വലിയ ശത്രുത ഉള്ളയാളാണെങ്കിലും, എത്ര അപഹസിച്ചയാളാണെങ്കിലും, ചീത്ത വിളിച്ചയാളാണെങ്കിലും ഉസ്താദിനോട് ഒരു 5 മിനിറ്റ് കാണുമ്പോഴേക്ക്, ദൂരത്തുനിന്ന് വീക്ഷിക്കുമ്പോഴേക്ക് തെറ്റിദ്ധാരണകൾ മുഴുവനും ഒലിച്ചു പോകാൻ മാത്രം ആ മുഖത്തെ സൗന്ദര്യത്തിന്റെ കാരണം എന്താണ്? അവിടുത്തെ സമീപിച്ചാൽ ഇത്രമേൽ സൗന്ദര്യം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാം അവരുടെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതാണ് കാരണം. നമുക്കങ്ങനെ കഴിയണം. നമ്മുടെ വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും നമ്മുടെ നടത്തം, നമ്മുടെ ഇരുത്തം, നമ്മുടെ ഇടപെടലുകൾ എല്ലാം സ്നേഹമസണമായ പെരുമാറ്റം. വളരെ ദുർബലമായ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അൽ മാ, വെള്ളം തരുമോ? ഇതുപോലെ തന്റെ സഹോദരൻ പിടഞ്ഞു വീണിട്ടുണ്ട്. ആ സഹോദരനാണ് ശബ്ദമുയർത്തുന്നത് എന്ന് കണ്ടപ്പോൾ
തൻ്റെ ആഗ്രഹം അവിടെ മാറ്റിവെച്ച് അപ്പുറത്തേക്ക് കൊടുക്കൂ എന്ന് പറയാനുള്ള ശക്തി എവിടെ നിന്നാണ് സ്വഹാബത്തിന് കിട്ടിയത്? മതം നൽകിയതാണ്. ആ സ്വഹാബി അപ്പുറത്തേക്ക്, അപ്പോഴേക്ക് അവരെല്ലാം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിന്റെ പാത്രവുമായിട്ട് ചെന്ന സ്വഹാബിയുടെ കയ്യിൽ വെള്ളത്തിന്റെ പാത്രം ബാക്കി, വെള്ളം ബാക്കി. 3 പേരും പരസ്പരം സ്നേഹം പങ്കിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ശബ്ദമാവാൻ നമുക്ക് കഴിയണം, അപരന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, ദുർബലത അനുഭവിക്കുന്നവർക്ക് വേണ്ടി. ഇസ്ലാമിന്റെ ഓരോ ആശയങ്ങളും അവിടെയാണുള്ളത്. ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പാനോടുള്ള ബഹുമാനം. നീ എന്താ ഉപ്പാനെ പറഞ്ഞത്? നീ എന്താ ഉപ്പാനെ പറഞ്ഞേ? അയാൾ പോയി പണിയൊക്കെ ഇട്ടുന്ന. നിന്റെ ആ +2 കാലത്തായി ഈ കൊറോണ അതിന്റെ മൂർധന്യത്തിലെത്തുന്നത്. അന്ന് ഉപ്പാന്റെ 3 മാസത്തെ സാലറി ഉപ്പ ഇങ്ങനെ ടൈറ്റിൽ പിടിച്ചു വെച്ചിട്ടാണ് നിനക്കൊരു നല്ല ഫോൺ വാങ്ങി തന്ന ഓൺലൈൻ ക്ലാസ്. ഇപ്പൊ ഡിഗ്രി ഒക്കെ കഴിയുമ്പോഴേക്ക് 2 ഇംഗ്ലീഷ് വർത്താനൊക്കെ പറയുമ്പോഴേക്ക് ഉപ്പാനൊക്കെ പറ്റാതെ ഇല്ലേ അല്ലേ? നീ എന്നെങ്കിലും ഒരു ദിവസം വീട്ടിലേക്ക് ഫോൺ വിളിച്ചാല് ഉപ്പ ഫോൺ എടുത്താൽ ഒരു 5 മിനിറ്റ് ഉപ്പാനോട് മിണ്ടാറുണ്ടോ? ഉണ്ടോ? ഫോൺ എടുത്താൽ എന്താ പറയല്? ഉമ്മില്ലേ അയാൾ ചോദിക്കല്. അങ്ങനെ ഓവറായിട്ട് എന്നെ ബഹുമാനിക്കണം എന്നൊന്നുമില്ല. ആദ്യം ഉപ്പാനെ ബഹുമാനിക്കും കേട്ടോ. ഇത് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം. ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം. ഗസാലിമാവും പറയാത്. നമ്മളെ ഉമ്മമാര് പലപ്പോഴും എന്താ ചെയ്യല്? എന്താണ് കരയുന്നത്? ഉപ്പ അടിച്ചേനാ? സഹിക്കും മോനെ, ഉമ്മ 25 കൊല്ലായി നിന്റെ ഉപ്പാനെ സഹിക്കുന്നു. വെരി ഗുഡ്. എങ്ങനെ ഈ കുട്ടി നന്നാവുക? ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പാനോടുള്ള ബഹുമാനം. ഇനി തിരിച്ചു വന്നാൽ തന്നെ ഉമ്മാനോടുള്ള ബഹുമാനം ഉപ്പയും പഠിപ്പിച്ചു കൊടുക്കണം. നീ ഉപ്പാനെ കാണുമ്പോൾ ഭയങ്കര പേടി, ഉപ്പ നാട്ടിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് ജമാഅത്തിന് പങ്കെടുക്കൽ. ഉമ്മാനെ തീരെ വിലയില്ല അല്ലേ? ഒരു ടൂറിനൊന്നും വേണ്ട, ഉമ്മാരെ പൊരുത്തം വാങ്ങിയിട്ട് മതി ബാക്കി. നീ ആദ്യം ടോയ്ലറ്റിലേക്ക് പോയിട്ടല്ലടോ ഈ കാഷ്ടിക്കാനും മൂത്രയ്ക്കാനും പഠിച്ചത്. അന്ന് ഈ പമ്പേഴ്സ് ഒന്നും ഇല്ലാന്ന്. ആ മടിത്തട്ടിലവിടെ മൂത്രയ്ക്കാനും കാഷ്ടിക്കാനും പഠിച്ചേനെ നീ. നമ്മൾ ഇന്ന് ടോയ്ലറ്റിൽ പോയി ഏത് കൈ കൊണ്ടാ വൃത്തിയാക്കൽ? ഇടത് കൈ കൊണ്ട്. നിന്റെ കാഷ്ടം വലത് കൈ കൊണ്ടൊരു തൊട്ട ഒരു മനുഷ്യൻ ഭൂമിയിലുണ്ടെങ്കിൽ ആ ഉമ്മയായിരിക്കും. ആ ഉമ്മാക്ക് ഒരു മുസാഫാത്തില്ല, ആ ഉമ്മാനിക്ക് മെയിൻറ്റില്ല അല്ലേ? നീ ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ചിട്ട് ഹൈ ലെവൽ 2 പേപ്പർ പ്രസന്റേഷൻ ഉണ്ട്, മറ്റന്നാൾ ഒരു PhD വാക്കുണ്ട്. നീ എവിടെ എത്താനാടാ നീ പോണത്? ആദ്യം ഉമ്മാരെ പൊരുത്തം വാങ്ങണം. ഇതാരെ പഠിപ്പിച്ചിട്ടുണ്ട്? ഉപ്പ. മുത്തായ തങ്ങളെ ഹൃദയം നമ്മൾ വിശാലാക്കി തന്നില്ലേ? ലോകത്തെ ഏറ്റവും വിശാലമായ കാര്യം എന്താ? ഭൂമിയാണോ? എവിടെ? അപ്പൊ ഭൂമി അല്ലാതെ ഭൂമി അവിടെ ഇവിടെ കുറെ സ്ഥലങ്ങളില്ലേ? അപ്പൊ ആലിമീങ്ങൾ ഇടപെട്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ ഭൂമിയാ വിശാലമായത് തോന്നും. അല്ല, ഭൂമിയല്ല. പിന്നെ ഏതാ ഏറ്റവും വിശാലമായത്? ഖൽബുൽ മുസ്തഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബാ ഏറ്റവും വിശാലമായത്. ഇതിനെക്കുറിച്ച് ഖുർആൻ പറയണ എങ്ങനെ? അലം നശ്റഹ് ലക സദ്റക്. തങ്ങളുടെ ഹൃദയം നമ്മൾ വിശാലമാക്കി തന്നില്ലേ നബിയെ? ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാർ പറയാ, ദുനിയാവിനോടുള്ള ഹുബ്ബ് തങ്ങളുടെ കൽബിൽ നിന്ന് ഡിലീറ്റ് ആക്കിയിട്ട് നമ്മൾ തങ്ങളുടെ ഹൃദയം വിശാലമാക്കി തന്നില്ലേ നബിയെ? പട്ടിണി കിടക്കുമ്പോഴും വയറിന് കല്ല് വെച്ച് നടക്കുമ്പോഴും ജബൽ അബി ഖുബൈസ് എന്ന പർവ്വതങ്ങൾ വന്ന് ചോദിച്ചു, സ്വർണ്ണാവട്ടെ? എന്ത് സ്വർണം, എന്ത് വെള്ളി? അവിടത്തേക്ക് അതൊന്നും വേണ്ട. ഈന്തപ്പന ഓലയിൽ കിടന്ന നേതാവ്, ഈന്തപ്പന മട്ടൽ തലേണ വെച്ച നേതാവ്, അവിടെ അവർക്ക് ഇരിക്കുമ്പോഴേ 5 പർവ്വതങ്ങൾ ഇപ്പൊ ഹൃദയം കേൾക്കും. 5 പർവ്വതങ്ങൾ വന്നിട്ട് സ്വർണ്ണാവട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ തങ്ങളുടെ മറുപടി, വേണ്ട മോനെ, വേണ്ട, എനിക്ക് സ്വർണം വേണ്ട. കല്ല് കെട്ടിയിരിക്കുന്ന വയറിന്റെ അടുത്തുള്ള കല്ല് താഴെ വെച്ചിട്ട് ആയിഷ ബീവി വയറ് തടവി കൊടുത്തപ്പോ ചോദിച്ചല്ലോ, എന്തെങ്കിലും തങ്ങൾ അമ്മാനോട് ചോദിച്ചു, ദുനിയാവ് വാങ്ങിക്കൂടെ? വേണ്ട ആയിഷ, മാലി വലി ദുനിയ, ഞാനും ദുനിയാവും എന്ത് ബന്ധം? ഞാനും ദുനിയാവും എന്ത് ബന്ധം? ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാവിന്റെ അടിമയാണെന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സുരക്ഷിതരാണ്. നമുക്കിനിയൊന്നും പേടിക്കാനില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ രസം, അതിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. അതാണ്. അതൊക്കെ അള്ളാഹ് നോക്കിക്കോളും. ഞാനല്ല എൻ്റെ ആള്. ബോസ് പയ്യെ വരിക, കലക്ഷൻ നമ്മളല്ല കൊടുക്കുക, നമ്മൾ വെറും സ്റ്റാഫാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാറില്ല നിങ്ങൾ? ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. ഇതാണ് അബ്ദുള്ളമാരുടെ ഒന്നാമത്തെ ക്വാളിറ്റി. അതേസമയത്ത് പലപ്പോഴും നമ്മുടെ സംസാരങ്ങളിൽ പുതിയ കാലത്തെ വെസ്റ്റേൺ സൈക്കോളജി പെരുകിയ കാലത്ത് നമ്മൾ സംസാരിക്കുന്നത് തന്നെ നേരെ ഉൾട്ടയായിരിക്കും. വെറുതെ ഇവിടെ ഒരു കോൾലെസ് മൈക്ക് എടുത്തിട്ട് നമ്മൾക്കിങ്ങനെ ജസ്റ്റ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തന്നാൽ നമ്മൾ എന്തായിരിക്കും പറയുക? PhD കഴിഞ്ഞു, ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ 2 പേപ്പർ പ്രസന്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് നമ്മൾ പറയാ. റസൂലുള്ള പറയും, ഇന്നമാന അബ്ദുൻ,
ഞാനൊരു അടിമയാണ്. അങ്ങനെ പറയുന്നിടത്താണ് തങ്ങൾക്ക് ഇഷ്ടം. ഓ, എന്തൊരു രസമാണത്. 10 കൊല്ലത്തെ ഖാദിമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശം എന്താ? മോനെ അനസേ, മോനിക്ക് ആരോടും വെറുപ്പില്ലാതെ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ ഫഫ്അൽ, അങ്ങനെ ജീവിക്കണം. അങ്ങനെ ജീവിക്കലാണ് എൻ്റെ ചര്യ. മോൻക്കതറിയാലോ. എനിക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ? എന്റെ ഏറ്റവും ഇഷ്ടക്കാരനായ ഇളയപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആളാരാ? വഹ്ശി എന്നവരാണ് അവരെ കൊന്നത്. അവരെ ഏൽപ്പിച്ചതാരാ? ഹിന്ദെന്നവരാ. അവർക്ക് ആയുധ പരിശീലനം കൊടുത്തത് ആരാ? ചാട്ടൂളിയെ എങ്ങനെ പിടിക്കണം, എറിയണം, ഖാലിദ് ബിനുൽ വലീദ് എന്നവരാ. ഇവരെ മുഴുവനും റളിയല്ലാഹു അൻഹു ആക്കിയത്, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരാക്കിയത് ഞാനല്ലേ. എനിക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഉണ്ടാവും. കണ്ടോ? ചേർത്തു പിടിക്കൽ, ഇതാ ഇസ്ലാം. അകറ്റി നിർത്തൽ ഇസ്ലാമല്ല. ആര് പഠിച്ചു? എവിടുന്ന് പഠിച്ചു ഇത്? എല്ലാവരെയും ചേർത്ത്. 3 ചെറുപ്പക്കാരും ബൈക്ക് എടുത്തിട്ട് പോകുന്നു. ഓടിക്കുന്ന ആൾക്കും പിന്നിലുള്ളവർക്കും ഹെൽമെറ്റ് ഇല്ല. രണ്ടാമത്തെ മിസ്റ്റേക്ക് അതാണ്. ഓടിക്കുന്നവനക്ക് ലൈസൻസ് ഇല്ല. 3 ട്രാഫിക് സിഗ്നൽ തെറ്റിച്ചിട്ടാണ് യാത്ര. 4 അമിത വേഗതയിലാണ് പോകുന്നത്. 5 പിന്നെയും പ്രശ്നങ്ങൾ എണ്ണാനുണ്ട്. വിഷയത്തിന്റെ കാമ്പിലേക്ക് വരാം. വേക്കിൽ പോലീസുകാർ 4 പേര് നിരീക്ഷിക്കുന്നുണ്ട് ഇവരെ. ഏതായാലും കൊണ്ടോട്ടി ഭാഗത്തേക്കല്ലേ പോണ്ടത്, അവിടുന്ന് പിടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിച്ചുകൊണ്ടൊന്നും ഇവരുടെ ഈ കുതിരക്കളി നിൽക്കൂല. കാരണം ബൈക്കിന് മിറർ ഇല്ലാത്തതുകൊണ്ട് തന്നെ പോലീസ് കാണുന്നത് അവർ കാണുന്നില്ല. എന്ന പോലെ നമ്മുടെ ഈ കുതിരക്കളിയൊക്കെ നിൽക്കണമെങ്കിൽ അല്ല ഇങ്ങോട്ട് കണ്ടാൽ മാത്രം പോരാ, അല്ല കാണുന്നുണ്ട് എന്നുള്ള കാണാനുള്ള കണ്ണാടി വേണം. അൻതഅബ്ദുല്ലാഹ കഅന്നക തറാഹു, അല്ല ഇങ്ങോട്ട് കാണുന്നുണ്ട് മോനെ, ഫഇന്നഹു യറാക്. അതാ ഫഇന്നഹു യറാക്. ആ ബുദ്ധി ഇല്ലെങ്കിൽ എങ്ങനെ അബ്ദുള്ള? റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ കാണുന്ന ആ തെരുവ് നായന്റെ അത്രയെങ്കിലും നമുക്ക് എന്തെങ്കിലും ബഹുമതി ഉണ്ടോ? ആ നായ നരകത്തിൽ പോകില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. നമുക്ക് ഉറപ്പുണ്ടോ? വെള്ളിയാഴ്ച ഓതുന്ന കൽബുഹും എന്ന് പറയണ അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ ഉണ്ടായിരുന്ന ഖിത്മീർ എന്ന നായ സ്വർഗത്തിലാന്ന് ഉറപ്പാ. നമുക്ക് ആ ഉറപ്പുണ്ടോ? ഉണ്ടോ? പിന്നെ എന്തിനാ നമ്മൾ ഈ കാര്യമായിട്ട് എന്നെ ബഹുമാനിച്ചില്ല? അത് അവരുടെ കളിയാണ്. എന്നെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാൻ. എന്താ അതിന് നമ്മൾ കമ്മിറ്റിന്റെ ഉള്ളിലുണ്ടാവാൻ മാത്രം? നമുക്ക് എന്തൊക്കെ ഉള്ളത്? എന്താ നമുക്കുള്ളത്? ആ ഒരു ചിന്തയും നമുക്കുണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് പരലോകത്തുള്ള കടമ്പകൾ വിട്ടുകിടക്കണ്ടേ? പ്രതിസന്ധികൾ അതിജയിക്കണ്ടേ? ആ കടമ്പകൾ എങ്ങനെയാ വിട്ടുകിടക്കുക എന്ന് നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ യു ഫഖു റഖബ, കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങൾ പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കുക. ഇങ്ങനെയാണ് സിറാത്ത് പാലത്തിൽ രക്ഷപ്പെടുക, മീസാനിന്റെ അടുത്ത് രക്ഷപ്പെടുക, ഖബറിൽ രക്ഷപ്പെടുക, കിതാബ് കിട്ടുന്നിടത്ത് രക്ഷപ്പെടുക. അപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്ന ഇസ്ലാമാവണം. ക്യാമ്പസിൽ, ബസ് സ്റ്റാൻഡിൽ, ബസ്സിൽ, ട്രെയിനിൽ, വാഹനങ്ങളിൽ, കുടുംബങ്ങളിൽ നമ്മളൊക്കെ ജീവിക്കുന്ന ഇസ്ലാമാവണം. നമ്മളിൽ ഓരോരുത്തർക്കും കാണാൻ പറ്റണം ഇസ്ലാമിന്റെ ഈ മതത്തിന്റെ സൗന്ദര്യം. നിസ്കരിക്കുമ്പോഴാണ് ഏറ്റവും ഭംഗിയുള്ള ഡ്രസ്സ് ധരിക്കേണ്ടത്. പുരുഷന്മാര് വീട്ടിൽ നിസ്കരിക്കുമ്പോ ലുങ്കിയും ഉള്ളിലിടുന്ന ഒരു പനിയനുണ്ട്. ദീർഘദൂര യാത്രക്കാരായ ലോറി ഡ്രൈവർമാരൊക്കെ ഇടുന്ന ഒരു പനിയൻ. കാർഗിൽ യുദ്ധത്തിൽ വെടിയേറ്റ് 4 ദ്വാരങ്ങളൊക്കെ ഉണ്ടാവും അതിൽ. എന്നിട്ട് പെണ്ണുങ്ങന്മാരോട് താത്താമാരോട് പറയും, ഞാൻ ഡ്രസ്സ് പെട്ടെന്ന് ഇസിലിട്ട് എനിക്കൊരു വെഡിങ് പ്രോഗ്രാമിന് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട്. ഒരു കല്യാണത്തിന് വേണ്ടെന്നാ അവർ പറയണത്. ഒന്ന് വേഗം ഇസിലിട്ട് അങ്ങ് തീർക്കട്ടെ. ഈ അടുത്തൊരു ഉമ്മ മരണപ്പെട്ടു. ആ ഉമ്മ മരണപ്പെടുന്ന സമയത്ത് അല്ലാഹ് എന്ന് ഉച്ചരിച്ച് സംസം വെള്ളം കുടിച്ചിട്ടാണ് വഫാത്താവുന്നത്. ആ പെണ്ണുങ്ങളെ കുറിച്ച് പ്രായമുള്ള ഉമ്മയാണ്. അന്വേഷിച്ചപ്പോൾ മരണരോഗത്തിൽ കിടക്കുന്ന എല്ലാ ദിവസവും 10 ജുസു ഖുർആൻ ഓതും. നടക്കാനൊന്നും കഴിയില്ല, പക്ഷെ ഓക്കിനോ ഓർമ്മക്കോ കുറവില്ല. ആ ഉമ്മക്ക് 3ഓ 4ഓ നിസ്കാരക്കുപ്പായുണ്ട്. ഒരു നിസ്കാരക്കുപ്പായ ഒരു ദിവസം ഇട്ടാൽ പിന്നെ അത് അലക്കിയിട്ട് മാത്രമേ ഇനി അത് ധരിക്കൂ. വേറെ നിസ്കാരക്കുപ്പായം ഉണ്ടാവും. ഇത് നമ്മുടെ ഉമ്മമാരുടെ നിസ്കാരക്കുപ്പായം കരിമ്പം കുത്തി ഡിസൈൻ ചെയ്ത് ചിക്കൻ റോള് ചുരുട്ടി മുതൽ ചുരുട്ടിയിട്ടുണ്ടാവും. അതിൽ തന്നെ മനസ്സിലാവും നമുക്ക് ഈ നിസ്കാരത്തോട് ബഹുമാനം ഉണ്ടോ ഇല്ലയോ എന്ന്. ഈമാൻ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ആഖിബത്ത് മോശാവുന്ന ഒരു തെറ്റാണ് ദഖീറത്തുൽ ഖൈർ എന്ന ഗ്രന്ഥം പറയുന്നു. അൽ ഇസ്റാറു അലൽ മഅസിയ, ഹറാം സ്ഥിരമായി ചെയ്യുക. എല്ലാ ദിവസവും 9 മണി 10 മണിക്ക് റൂമിലേക്ക് കയറുന്നു, പിന്നെ ഇൻസ്റ്റയോ യൂട്യൂബോ
ഏതെങ്കിലും ഒരു ആപ്പ് വഴി, ഏതെങ്കിലും ഒരു സംവിധാനം വഴി സ്ഥിരം ഹറാമയ്യ, ഇയാൾ എങ്ങനെ ലായിലായാലും ചൊല്ലിയിട്ട് മരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കി, വെറുതെ ആലോചിച്ച് നോക്കി. കിതാബൊന്നും എടുക്കണ്ട, നമ്മളെങ്ങനെ ഒന്ന് നിഷ്പക്ഷമായി ആലോചിക്കുക. എല്ലാ രാത്രിയും അള്ളാഹുവിന്റെ ശത്രുവായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹിന്റെ പേരും ചൊല്ലിയിട്ട് മരിക്കുമോ? എങ്ങനെ ഉണ്ടാവുക? എങ്ങനെ സംഭവിക്കുക? എങ്ങനെ ഉണ്ടാവും അത്? ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുന്നതാണ്. പലരുടെയും ആഖിബത്ത് മോശമാവാനുള്ള അഥവാ മരണം മോശമാവാനുള്ള ഒരു കാരണം രഹസ്യ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളായിരിക്കും. അള്ളാഹു നമ്മുടെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹുവിന്റെ മഹദ് ഫള് കൊണ്ട് പുറത്തു തരുമാറാവട്ടെ. അപ്പൊ എവിടെയെങ്കിലും ഒരു വൃത്തികേട് വന്നാൽ, വൃത്തിക്കുറവ് വന്നാൽ നമ്മുടെ ആഖിബത്തിന്റെ സമയത്താണ് പിടികൂടുക. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു ഫോൺ എടുത്തിട്ട് ഒരു തെറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. കാണാൻ പറ്റാത്ത ഒരു വീഡിയോ കാണുന്നു, അല്ലെങ്കിൽ ഒരു ഹറാമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു. ഈ കാര്യം നമ്മുടെ ഉസ്താദ് അടുത്തുണ്ടാവുക ചെയ്യോ? ഇല്ല. ഒപ്പുണ്ടെങ്കിലോ? ഇല്ല. ഉമ്മുണ്ടെങ്കിൽ ചെയ്യോ? ഇല്ല. അനുജനുണ്ടെങ്കിലോ? ഇല്ല. ജ്യേഷ്ഠനുണ്ടെങ്കിൽ ചെയ്യോ? ഇല്ല. നമ്മുടെ ഒരു സംഘടനാ സുഹൃത്ത് അടുത്തന്നെ ഉണ്ട്, ചെയ്യോ? ഇല്ല. എന്നാൽ നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് കരുതുക, അല്ലെങ്കിൽ കല്യാണം കഴിക്കട്ടെ, നമ്മുടെ ജ്യേഷ്ഠന്റെയോ ജ്യേഷ്ഠത്തിയുടെ അനുജത്തിയുടെ ഒരു ചെറിയ മോള് ഉണ്ട്. ആ കുട്ടി 3 വയസ്സേ ആയിട്ടുള്ളൂ. നമ്മളെ വിളിച്ചിട്ട് അടുത്ത് വന്നു, മടിയിലിരുന്നു അല്ലെങ്കിൽ സൈഡിലിരുന്നു. കുട്ടീന്റെ പേര് ഫാത്തിമ. ആ കുട്ടി ഉണ്ടാവും നമ്മൾ ഈ ഹറാമായ വീഡിയോ കാണും? ഇല്ല. അല്ലാഹു പറയാ, ലാ തജഅൽനി അഹ്വനൻ നാദിരീൻ, നിന്നെ നോക്കുന്നവരിൽ ഏറ്റവും ലോക്കലാക്കല്ലേ എന്നാ. നിന്റെ സോൺ ഭാരവാഹിയുടെ വിലയും ഉപ്പാന്റെ ഉമ്മാന്റെ ഒന്നും വില തന്നിട്ടില്ലെങ്കിലും ആ 3 വയസ്സുള്ള ഫാത്തിന്റെ വിലയെങ്കിലും എനിക്ക് തന്നൂടെ? എന്താണ് നീ എനിക്ക് വലിയ വിലയൊന്നും തരണ്ട. ആ 3 വയസ്സുള്ള ഫാത്തി ഉണ്ടാവും, നീ തെറ്റിയില്ലല്ലോ. പക്ഷെ ഞാൻ ഉണ്ടാവും, നീ ചെയ്യട്ടെ. ഉപ്പാന്റെ വിലയൊന്നും തന്നിട്ടില്ലെങ്കിൽ എടുക്കട്ടെ, ആ ഫാത്തിന്റെ വില എന്താണ്? ഇവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഇവിടെയാണ് നമ്മളെ കുറിച്ച് ആലോചിക്കേണ്ടത്. സൂറത്തുൽ ഫുർഖാൻ ചോദിക്കുന്നുണ്ട്, ഖുൽ അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദി ലത്തി വഅദൽ മുത്തഖൂൻ. ഒരു 10 മിനിറ്റത്തെ വീഡിയോ കാണുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഖുൽ നബിയെ തങ്ങൾ ചോദിക്കൂ, അദാലിക ഖൈറുൻ, ആ 10 മിനിറ്റത്തെ വീഡിയോ ആണോ നല്ലത്? അം ജന്നത്തുൽ ഖുൽദി ലത്തി വഅദൽ മുത്തഖൂൻ, കോടാനുകൂടി കാലം കിടക്കേണ്ട സ്വർഗമാണോ നല്ലത്? അപ്പൊ ഇൻസ്റ്റ തുറക്കുമ്പോൾ അല്ല ആലോചിക്കുക, ഈ 10-15 റീൽസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുമല്ലോ, ഇത് കാണലാണോ എനിക്ക് നല്ലത്? അല്ല, കോടാനുകൂടി കാലം കിടക്കേണ്ട സ്വർഗമാണോ നല്ലത് എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. എല്ലാം പൊന്മളുസായോട് ചോദിക്കാൻ നോക്കാൻ വേണ്ട, ചില നമ്മളോട് തന്നെ ചോദിക്കാം, ഉത്തരം കിട്ടും. നീ നിന്നോട് തന്നെ ചോദിക്കും. അങ്ങനെ വളരെ വൃത്തിയുള്ളവരായി മാറും. തെറ്റുകാരായ ആൾക്കാരെ നമ്മൾ വേഗം കൂട്ടുകാരാക്കണം. കൂട്ടുകാരാക്കി കഴിഞ്ഞാലുള്ള ഒരു മെച്ചം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പറയുന്നത് അവർ സ്വീകരിക്കും. ഈ അടുത്ത് നമ്മുടെ മലബാർ ജില്ലകളിലുള്ള ഒരു ജില്ലയിൽ ഒരു ക്ലാസ്സിന് പോയി, സംഘടനാ ക്ലാസ് കഴിഞ്ഞ് ഒരു കുട്ടി ഒരു വലിയ മുടിയുണ്ട്. ആ കുട്ടിക്ക് ഒരു ഭയങ്കര അസ്വസ്ഥത കണ്ടപ്പോൾ തന്നെ. പക്ഷെ അത് ക്ലാസ് എന്ന് പറഞ്ഞാൽ ദഅവത്തല്ല, വഷളാക്കൽ പരിപാടി, അത് ചെയ്യാൻ പാടില്ല. അതിന് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വാഷ് ബേസിൽ കൈ കഴുകുമ്പോൾ ആ കുട്ടി അവിടുന്ന് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, മോൻ ഇവിടെ? ഇതെന്റെ മൂത്തമ്മന്റെ വീടാണ്. മൂത്തമ്മ മീൻസ് ഉമ്മാന്റെ ഏട്ടത്തിയാണ്. ആരുമില്ല, ഈ കുട്ടി മാത്രം. ഞാൻ അടുത്ത് വിളിച്ചിട്ട് ഞാൻ അവനോട് ചോദിച്ചു, ഈ മുടി ഫുള്ളും നിന്റേതാണോ എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി ചിരിക്കുന്ന ചിരി നമുക്കറിയാം, ചരൽ കല്ലിൽ ആക്റ്റീവ വീണാൽ ചിരിക്കുന്ന ഒരു ചിരി ഉണ്ടാവില്ല. അപ്പൊ ആ കുട്ടി ചിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അവനൊന്ന് കൈ പിടിച്ച് കുറച്ചൊന്ന് പവറിൽ ഞാൻ പറഞ്ഞു, നാളെ ഈ മുടി കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചിടണം. എനിക്കത് അയച്ചൊരു ഇല്ലയൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാൻ 3 ദിവസം പിന്നെ നാട്ടിലുണ്ടായില്ല, കുറച്ച് ദൂരെ ഒരു പരിപാടിക്ക് പോയി തിരിച്ച് കൊച്ചിയിൽ ഫ്ലൈറ്റ് ഇറങ്ങി ദെൻ നേത്രാവതി ട്രെയിനിൽ കയറി വരുമ്പോൾ എനിക്ക് ഇഗ്നറൻ്റായ പരിചയമില്ലാത്തൊരു നമ്പറിന് എന്നുള്ള ബാർബർ ഷോപ്പിൽ നിന്ന് മുടി മുറിക്കുന്ന വീഡിയോ ആഫ്റ്റർ കഷണ്ടിക്ക് ശേഷം മരുന്ന് ഉപയോഗിച്ച ശേഷം മറ്റൊരു ചിത്രം ഉണ്ടായില്ലേ, മുടി മുറിച്ചതിന് ശേഷമുള്ള ഒരു ഫോട്ടോ, ദെൻ ഒരു വോയിസ്. ആ വോയിസ് ആണ് പ്രധാനം. അതിനാണ് ഞാൻ ഇത്ര റിസ്ക് എടുത്തിട്ട് ആ ഉദാഹരണം പറഞ്ഞത്. എന്താ വോയിസ് എന്ന് അറിയാം? ഉസ്താദ് എന്നോട് പൊരുത്തപ്പെടണം, ഉസ്താദ് മുടി നാളെ മുറിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് പനി വന്ന് 2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇന്നാ ഡിസ്ചാർജ് ആയത്, ഇന്ന് മുറിച്ചിട്ടുണ്ട്. ഉസ്താദ് പൊരുത്തപ്പെടണം, അതവ് കേട് എന്നൊന്നും വിചാരിക്കല്ലേ. ഈ തലമുറനെയാണ് നമ്മൾ വേഗം നരകത്തിലേക്ക് ഇടല്. അത് നമ്മൾ നിർത്തുക, കുറെ കൂടി ഫ്രണ്ട്ലി ദഅവത്ത് നടത്തുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. മദീനയിൽ ഒരു കുട്ടി ഈന്തപ്പന മരത്തിന് കല്ലെറിയാറുണ്ട് എന്നുള്ള ന്യൂസ് വരുന്നു. അൻസ്വാറുകൾ പരിധി പിടിച്ച ആ കുട്ടിനാ. അൻസ്വാറുകളുടെ ഈന്തപ്പന മരത്തിനാണ് കല്ലേറ് സംഭവിക്കുന്നത്. ആ കുട്ടിനെ പിടിച്ച് നബിതങ്ങളിലേക്ക് കൊണ്ടുവന്നപ്പോ തങ്ങൾ ആ കുട്ടിനെ വിളിച്ചിട്ട് വെച്ച്, മോൻ ഈന്തപ്പന മരത്തിന് കല്ലെറിയാറുണ്ടോ? കുട്ടികളല്ലേ, നിഷ്കളങ്കരല്ലേ, അവർ ഓപ്പണായി പറയുമല്ലോ, ആ കല്ലെറിയാറുണ്ട്, ഓപ്പണായിട്ട് പറയാ. അപ്പൊ കുട്ടീനോട് തങ്ങൾ വെച്ച്, അല്ല
എന്തിനാ കല്ലെറിയുന്നത്? അപ്പൊ ആ കുട്ടി ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു ഈത്തപ്പഴം കിട്ടാൻ. അപ്പൊ ഞങ്ങള് ലാത്തർമിന്നഹല, ഈന്തപ്പന മരത്തിന് കല്ലെറിയരുത്, വീണ് ഈത്തപ്പഴമൊക്കെ ഈ മോനെ എടുത്തോട്ടല്ലേ, സമ്മതല്ലേ? ഒരു കൊതുകിനെ പോലും വേദനിപ്പിക്കാത്ത നേതാക്കളാണ് നമ്മളെ മുൻഗാമികൾ. റിഫായി ശൈഖ് റളിയല്ലാഹുവിന്റെ കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ച കണ്ടപ്പോൾ ശിഷ്യൻ വിചാരിച്ചു ചാൻസ് ആണല്ലോ, ഉസ്താദിന്റെ കൈ ബർക്കത്തിന് വേണ്ടി ചുംബിക്കാം. ഓടിപ്പോയി ചുംബിക്കുന്ന സമയത്ത് റിഫായി ശൈഖ്, എല്ലാ മോനെ എന്താടാ ഉസ്താദേ, ഒരു കൊതുക് എന്റെ കയ്യിൽ നിന്ന് എന്റെ ബ്ലഡ് കുടിക്കുകയായിരുന്നു. ബ്ലഡ് കുടിച്ചു തീരുന്നവരെ അതിനെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് എന്റെ കൈ അങ്ങനെ തന്നെ ഞാൻ വെച്ചതാ. അപ്പോഴല്ലേ നീ വന്നിട്ട് കണ്ടോ. റിഫായി ശൈഖിന്റെ ഡ്രസ് ഇങ്ങനെ ആറിയിട്ട സമയത്ത് ഈ കൈയുടെ ഭാഗത്ത് ഒരു പൂച്ച വന്നുറങ്ങി. റിഫായി ശൈഖിനാണെങ്കിൽ ആ ഡ്രസ് ഇട്ടിട്ട് പോയി പള്ളിയിൽ നിന്ന് നിസ്കരിക്കണം. മഹാനവറുകൾ ചിന്തിക്കാണ്, ഈ പൂച്ചന്റെ ഉറക്ക് ശല്യാവുമല്ലോ, എന്ത് ചെയ്യും? മെല്ലെ ഈ കുപ്പായത്തിന്റെ ഈ ഭാഗത്ത് കത്രികനെ കൊണ്ട് പീസാക്കി ആ കൈന്റെ ഭാഗം അവിടെ തന്നെ, എന്നിട്ട് കൈയില്ലാത്ത കുപ്പായുമായിട്ട് പള്ളി കൊണ്ട് നിസ്കരിച്ചിട്ട് വന്നു. നിസ്കാരം കഴിയുമ്പോൾ മൂപ്പര് ഉറക്കത്ത് നിന്നിട്ട് പോയിട്ടുണ്ട്, അതെടുത്തിട്ട് ഇവിടെ ഫിറ്റാക്കി. കണ്ടോ, ജാടയില്ലല്ലോ, അഹങ്കാരമില്ലല്ലോ, ഒന്നുമില്ലല്ലോ. ആരെയും വേദനിപ്പിക്കും, ആരെയും പ്രയാസപ്പെടുത്തരുത്, ഒരാളുടെയും കുറ്റം പറയരുത്. ഇത്രയും സൗന്ദര്യമുള്ള തങ്ങളുടെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങളിലെ ഒന്ന് അത്തറാണ്, സുഗന്ധാണ്. എന്തിന്? വിയർപ്പും ശരീരവും സുഗന്ധമായ തങ്ങൾ എന്തിനാ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 3-ൽ ഒന്നിനെ സുഗന്ധം തന്നെ ആക്കിയത്? തശ്രീഅൻ ലി ഉമ്മത്തിഹി, നമ്മളെ പഠിപ്പിക്കാൻ, നമ്മളെ ബോധ്യപ്പെടുത്താൻ. തങ്ങളുടെ ഹാൻഡ് ബാഗിൽ എപ്പോഴും ചീർപ്പും കണ്ണാടിയും ഉണ്ടാവും. എന്തിന്? അതിന് മാത്രമൊക്കെ ചുരുള മുടിയുണ്ടോ തങ്ങൾക്ക്? ഇല്ലല്ലോ. അഭംഗി എന്തേലും ഉണ്ടോ? ഇല്ല. എവിടെയെങ്കിലൊക്കെ യാത്ര പോകുമ്പോൾ ഒരുങ്ങാതെ തങ്ങൾ പോകാറില്ല. ഷമായിൽ വായിച്ചു നോക്കും, ഒരുങ്ങാതെ പോകാറില്ല. അഥവാ കണ്ണാടി നോക്കേണ്ട അവസരമല്ല തങ്ങളുടെ അവസരമെങ്കിൽ നളറ ഇലൽ കൂസ്, വെള്ളം നിറച്ച പാത്രത്തിലേക്ക് നോക്കിയിട്ട് ശരിയാക്കും അത്ര. കേട്ടോ, വളരെ ഭംഗിയാണ് തങ്ങളുടെ ലൈഫിൽ. അപ്പൊ നമ്മുടെ തല മുതൽ കാല് വരെ സുന്നത്തു തജമുലിന്റെ ആൾക്കാരാണ്. മീശ, ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക വിധത്തിൽ നമ്മളെല്ലാവരും വെട്ടണം. ചില ആൾക്കാർ ജ്യൂസ് കുടിച്ചാല് പകുതി മീശയിലുണ്ടായാല് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീശ ഡെക്കറേഷൻ. വളരെ ഭംഗിയാണ് നമ്മൾ. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, വൈലെന്ന തീക്കനൽ, ചൂടുള്ള നരകം, കഠിന കഠോരമായ ശിക്ഷ, മനുഷ്യരെ പരിഹസിക്കുന്നവർ, മനുഷ്യരെ ഗീബത്ത് പറയുന്നവർക്കാണ്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ സംസാരിക്കുന്നു. എന്തെന്നാ ഈ ചങ്ങായിമാരൊക്കെ റമദാനായിട്ട് പോലും ലവ് തന്നെയാ. എന്തെന്തിനാ നമ്മൾ ചിന്തിക്കാൻ പോണത്? അത് ചിലപ്പം ജ്യേഷ്ഠൻ അനുജത്തിനോട് പറയുന്നതായിരിക്കും, മോളെ ഉച്ചവരെയല്ലേ ക്ലാസ് ഉള്ളൂ, വൈകുന്നേരം ഞാൻ ഈ നോമ്പ് നോറ്റിട്ട് ആദ്യം വരട്ടെ കൂട്ടാന്, ക്ലാസ് കഴിഞ്ഞ സ്ഥിതിക്ക് ഒന്നിച്ച് വന്നൂടെ എന്ന് പറയുന്നതായിരിക്കും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഒരു കണ്ണടി ഇട്ടിട്ട് ഒരു ജഡ്ജ്മെന്റ്. റമദാനായിട്ട് പോലും ഈ ചങ്ങായിമാർക്കൊന്ന് ഹറാമിന് പേടിയില്ലേ? എന്തിനാ നമ്മൾ ആ വിലയിരുത്തലൊക്കെ പോണത്? ആരാണ് നമ്മൾ ഇതിനൊക്കെ ഏൽപ്പിച്ചത്? ജഡ്ജ്മെന്റ് സീറ്റിൽ നിന്ന് തൽക്കാലം എഴുന്നേറ്റ് പോവുക. ജഡ്ജ്മെന്റ് ഓൾറെഡി ആളുണ്ട്, മലക്കളുണ്ട്, അള്ള ഡ്യൂട്ടി ഏൽപ്പിച്ചവരും ഉണ്ട്. നമ്മൾ തിരിച്ചു പോകും. എവിടെന്നോ കഴിച്ച ഒരു ഫുഡിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഹലാലല്ലാത്ത ഫുഡ് വയറ്റിലെത്തിയാൽ പിന്നെ നമുക്ക് ആരെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാവില്ലെന്ന് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിന്റെ അൽ മൻഹജുൽ മുത്തഹർ എന്ന കിതാബിൽ വായിക്കാം. അങ്ങനെ ഉണ്ടാവും. അതെല്ലാം ഗീബത്താണ്. മോശം വിചാരം ഹറാം, അത് ഹറാമാണ്. എന്തിനാണ് ആ പരിപാടിക്കൊക്കെ നിൽക്കുന്നത്?